والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأتباعه أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم صدق الله مولانا العلي العظيم. ഏറെ ബഹുമാന്യരായ ഹാദിയയുടെ എളിയ വിളി കേട്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് പേര് വളരെ പ്രഗത്ഭരായ ഞങ്ങളുടെ ഗുണകാംക്ഷികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ പേരൊക്കെ പറയാൻ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ തയ്യാറാകുന്നില്ല. എല്ലാവരും ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ വിധി ഉണ്ടായി എന്ന് പറഞ്ഞാൽ മതി. പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ മാനസികമായും സാമ്പത്തികമായും ഒക്കെ പിന്തുണ നൽകാൻ പലരും മുന്നോട്ട് വന്നെങ്കിലും ഈ സന്ദർഭത്തിൽ ഇത് ഹാദിയയും ഹുദവികളും സ്വന്തമായി ഏറ്റെടുക്കുകയാണ് എന്ന് അവരോടൊക്കെ അറിയിച്ചു. അതടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവും ദുബായിലെ നമ്മുടെ പ്രിയപ്പെട്ട ഹുദവി സുഹൃത്തുക്കളാണ്, ഏതാനും ചില ഹുദവി സുഹൃത്തുക്കളാണ് ഏറ്റെടുത്തത്. സർവശക്തനായ അല്ലാഹു അത് സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം ഈ പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്ത ഒരുപാട് സുമനസ്സുകളുണ്ട്. അവരോടൊക്കെ ഞങ്ങളുടെ കടപ്പാടും നന്ദിയും അറിയിക്കാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ ചെറിയ ആമുഖ പ്രസംഗത്തിന് ശേഷം ഹുദവികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഹാദിയയുടെ പ്രസിഡന്റ്, എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് ബഹുമാന്യനായ ആനമങ്ങാടി ഷറഫുദ്ദീൻ ഹുദവിയും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ സുഹൃത്ത് റഷീദ് ഹുദവി ഏലംകുളവും ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദമായി വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കും. നിങ്ങളെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അവരെ രണ്ടുപേരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ദീർഘമായ ആമുഖത്തിനൊന്നും നിൽക്കുന്നില്ല. നമുക്കൊക്കെ അറിയാം, ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന സന്ദർഭങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, അടുത്ത കുടുംബക്കാർ, നമ്മൾ വലിയ ബഹുമാനത്തോടു കൂടി കാണുന്ന ആളുകളൊക്കെ നമ്മുടെ യുക്തിക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾക്ക് നമ്മെ നിർബന്ധിച്ചാൽ, നമ്മളെ മാതാപിതാക്കള്, സഹോദരിമാർ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാർ, ഇവരൊക്കെ നമുക്ക് ഒരിക്കലും ബോധ്യപ്പെടാത്ത കാര്യത്തിന് നമ്മളെ നിർബന്ധിച്ചാൽ നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ്. അതുപോലെ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറായത്. സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അനിവാര്യമായതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ദുഃഖകരമാണെങ്കിലും ചില യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്
സമൂഹത്തോട് ചില കാര്യങ്ങൾ പറയാൻ നമ്മൾ നിർബന്ധിതരാകാറുണ്ടല്ലോ. ആ ഒരു മാനസികാവസ്ഥയിലാണ് ഇന്നിവിടെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് വിധിയുണ്ടായി. സത്യത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഞങ്ങളുടെ പണി ഇതൊന്നുമല്ല. ഏറെക്കാലമായി ദാറുൽ ഹുദയെയും ഹാദിയും ഒക്കെ അറിയുന്നവരാണ് നിങ്ങളെല്ലാവരും. സമൂഹത്തിന് ആവശ്യമുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതിനിടയിൽ ഒരു ഉപകാരവും സമൂഹത്തിനു നൽകാത്ത ഇത്തരം വിവാദങ്ങൾക്ക് തലവെക്കരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് കാലമായി ഹാദിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കാൻ ഞങ്ങളെ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ച് ഒരു വിഭാഗം രംഗപ്രവേശനം ചെയ്താൽ പിന്നെ എന്തു ചെയ്യാൻ? ഇടപെടുക. അതുകൊണ്ട് ഞാൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് പറയുന്നത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനാ വിവാദങ്ങളിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തിലല്ല നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ഞങ്ങളുടെ മാതൃസ്ഥാപനം, അത് നമ്മുടെ എല്ലാവരുടെയും അഭിമാന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹുദവികളുടെ സംഘടനയായ ഹാദിയെയും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങൾക്കും മുന്നിൽ നിന്ന് ധീരമായ നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ അഭിവന്ദനായ ഗുരുവര്യർ ഉസ്താദ് ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വിയെയും പൊതുസമൂഹത്തിൽ അവഹേളിക്കുവാനും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ നിരവധി തെറ്റിദ്ധാരണകൾ ഞങ്ങളെക്കുറിച്ച് പരത്തുകയും അടിസ്ഥാനമില്ലാത്ത ഈ കുപ്രചരണങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടവർ തന്നെ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നു എന്നൊരു തിരിച്ചറിവിൽ ഇനി പൊതുസമൂഹത്തോട് ഇത് പറയുകയല്ലാതെ മറ്റെന്തു ചെയ്യാൻ എന്ന അർത്ഥത്തിലാണ് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായി ആരെയെങ്കിലും കുറ്റപ്പെടുത്തുവാനോ വ്യക്തിഹത്യകൾ നടത്തുവാനോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ സംഘടനാ രംഗങ്ങളിലൊക്കെ കാണുന്ന, ഞാൻ അത് അറിഞ്ഞുകൊണ്ട് പറയാണ്, സാധാരണ ഇന്ന് സംഘടനാ രംഗങ്ങളിൽ കാണുന്ന പോലെ തെറി വിളിക്കുക, പരിഹസിക്കുക, ആളുകളുടെ ന്യൂനതകളെ ചികഞ്ഞന്വേഷിക്കുക, അത് പൊതുസമൂഹത്തിൽ പറഞ്ഞ് അവരെ എരപ്പാക്കുക, ഈ പരിപാടിക്കൊന്നും ഹാദിയ ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങളുടെ പ്രബോധന ശൈലിയല്ല എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ആ രീതിയിൽ ആരുടെയെങ്കിലും അജണ്ടകൾ നടപ്പിലാക്കാനല്ല ഹാദിയ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞങ്ങളുടെ ഒരു ശൈലി ഉദഉ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ അങ്ങനെ ദഅവത്ത് നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. അതിൽ സംഘടനാ പ്രവർത്തനമൊക്കെ പെട്ടു. ബിൽ ഹിക്മതി, തന്ത്രം ഉപയോഗിക്കണം, ഇൽമു ഉപയോഗിക്കണം. വൽ മൗഇദത്തിൽ ഹസനതി, സദുപദേശത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ആളുകളെ വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തി ഇസ്ലാമിക ദഅവത്താണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് എത്രയോ സാധുക്കൾ പറയുന്നത് നമ്മൾ കാണുന്നു. വലിയ തലപ്പാകു ധരിച്ചവർ, കണങ്കാലിന് മേലെ തുണിയെടുത്തവർ, നീളൻ കുപ്പായമിട്ടവർ. പക്ഷെ എന്തു കാര്യം? അള്ളാഹു അങ്ങനെ ദീൻ പറയാൻ നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വളരെ മാന്യമായി ഞങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ വിഷയങ്ങൾ ഹാദിയ മുന്നോട്ട് പറയാനുണ്ടായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ കാര്യമായൊരു പണിയെടുക്കാതെ നിങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടി. ഇതിന്റെ അർത്ഥം എന്താണ്? സമൂഹം ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും ഒക്കെ ഒന്ന് പറയണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ നിർണായകമായ പല ഘട്ടങ്ങളിലും പലരും ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർ ചെയ്യാതിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ അത് ചെയ്തില്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞങ്ങൾ മറുപടി പറയേണ്ടി വരുമോ എന്ന ഭയം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അല്ലാതെ ഇതൊരു രസമായി എടുത്ത്, ഇതൊരു പരമ്പരയായി എടുത്ത് നിരന്തരം ഇങ്ങനെ സ്റ്റേജ് കിട്ടാത്ത വ്യഥ തീർക്കുവാൻ വേണ്ടി നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമായിട്ട് നിങ്ങൾ ആരും ഇത് മനസ്സിലാക്കരുത്. നിങ്ങളെന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാനും മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല വലിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. 1986 ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാഡമി ആയിട്ട് തന്നെയാണ് ദാറുൽ ഹുദയുടെ ആരംഭം. പിന്നെ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികൾ, ഇസ്ലാമിക് സർവകലാശാലകൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്ന സമിതികൾ ദാറുൽ ഹുദയെ ഒരു ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയായി അംഗീകരിച്ചപ്പോൾ അത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായി. അതിൽ പരിഹസിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മയ്യശാ. പണിയെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തത് പലപ്പോഴും നൽകും. അൽഹംദുലില്ലാഹ്, ഇന്നിപ്പോൾ ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാലയ്ക്ക് കീഴിൽ അനേകം 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് മലയാളികളുണ്ട്, ആസാമി ഭാഷ സംസാരിക്കുന്നവരുണ്ട്, ബംഗാളി ഭാഷ സംസാരിക്കുന്നവരുണ്ട്, ഉറുദു ഭാഷ സംസാരിക്കുന്നവരുണ്ട്, തെലുഗു ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അപ്പം എൻ്റെ ശേഷം ഇവിടെ സംസാരിക്കാനിരിക്കുന്ന ആനമങ്ങാട് ഷറഫുദ്ദീൻ ഹുദവി തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ആന്ധ്രാപ്രദേശിലെ പുങ്കനൂരിൽ ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ കേരളത്തിന് പുറത്ത് ഓഫ് ക്യാമ്പസുകൾ സ്ഥാപിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ കീഴ്ഘടകമായ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെയും കീഴിൽ സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ ഓഫ് ക്യാമ്പസുകൾ ഇന്ത്യ രാജ്യത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അഭിമാനമുണ്ടാകേണ്ട ഒരു കാര്യമല്ല ഇത്. അതേപോലെ ഹാദിയയുടെ കീഴിൽ നിരവധി പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാനിവിടെ സംസാരിക്കുമ്പോൾ 3000-ഓളം വരുന്ന ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ 1,44,000 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹവും നിങ്ങളുടെ സഹായവും ഉണ്ടായപ്പോൾ നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചു. നല്ല കാര്യമല്ലേ? അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമല്ലേ? ഏകദേശം 280-ഓളം വരുന്ന ഉദവികളുമല്ലാത്തവരുമായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാലാവസ്ഥ വകവെക്കാതെ അവിടുത്തെ അധികാര ഭരണ കേന്ദ്രങ്ങളുടെ പിന്തുണയോ പലപ്പോഴും എതിർപ്പോ സഹിച്ചുകൊണ്ട് 3000-ഉം 4000-ഉം ഒക്കെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് കാശ്മീരിലും ആസാമിലും നേപ്പാളിൽ വരെ പോയി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകാരം വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു മദ്രസ സംവിധാനം കെട്ടിപ്പടുക്കാൻ സാധിച്ചു. നല്ല കാര്യമല്ലേ? 2015 കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇന്നുള്ള സർവ്വ പുരോഗതിക്കും കാരണക്കാരായ പാണക്കാട് സാദാത്തുമാർ അവരുടെ അന്ത്യവിശ്രമ സ്ഥലവും ജീവിച്ചിരിക്കുന്നവർ ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാണക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് മനോഹരമായൊരു സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരു സ്ഥാപനമുണ്ടാക്കി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. ജനങ്ങൾ തന്നു. എന്താ കാരണം? ഇവർ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അതിൻ്റെ കീഴിൽ അനേകം പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ പറയപ്പെട്ട 3000-ഓളം മക്തബുകൾക്ക് മോണിറ്ററിങ് നടക്കുന്നത് അവിടെയാണ്. അവിടെ അത് മാത്രമല്ല, ഒരുപാട് ലോകത്തിലെ 21 രാജ്യങ്ങളിലെ കുട്ടികൾക്ക് മതം പഠിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് മനോഹരമായ രീതിയിൽ ഇംഗ്ലീഷ് മാധ്യമമായി ഖുർആനും ഹദീസും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളും പഠിപ്പിക്കുന്ന ഒരു സംവിധാനം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല കാര്യമല്ലേ? ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മനസ്സിന് കുളിർമയേകുന്ന കാര്യമല്ലേ? അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? 2017 ആയപ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹം
പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയുടെ ഭാഗമായി മാറണമെങ്കിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വലിയ പ്രവർത്തനം നടത്തണം എന്ന ആഗ്രഹം കൊണ്ട് നമ്മൾ ഒരു പ്രസിദ്ധീകരണശാല ആരംഭിച്ചു, ബുക്ക് പ്ലസ് എന്ന പേരിൽ. അതിൻ്റെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ടാവും, ഓരോ പുസ്തകം അവിടെ ഉണ്ടാവും, പോകുമെന്ന് വാങ്ങിപ്പോയിക്കോളി. 500-ലധികം പുസ്തകങ്ങൾ വ്യത്യസ്ത ഭാഷകളിൽ, ആസാമീസിൽ, തെലുഗുവിൽ, ഉറുദുവിൽ, ബംഗാളിയിൽ, മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, അറബിക്കിൽ 500-ലധികം പുസ്തകങ്ങൾ ഈ ചെറിയ കാലഘട്ടത്തിൽ 8 കൊല്ലമായിട്ടുള്ളൂ. ലോകപ്രസിദ്ധമായ ഷാർജയിലെ പുസ്തകോത്സവങ്ങളിൽ വരെ നമ്മുടെ പ്രിയപ്പെട്ട ഈ ചെറുപ്പക്കാരായ ഹുദവികൾ, നമുക്ക് അവരോട് അസൂയാണ്, നമുക്കൊന്നും അതിൻ്റെ ഭാഗമാകാൻ പറ്റുന്നില്ല. അവരവിടെ പോയി അതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ MLF ഒക്കെ അവർ നടത്തിയാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്താണ് MLF എന്നുള്ളത്. 2019 ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ സുബൈർ ഹുദവി ചേകനൂര്, അതുപോലെ ബഹുമാന്യനായിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുൻ പ്രസിഡന്റ് ആനക്കര കോയക്കുട്ടി ഉസ്താദിൻ്റെ മൂത്ത മകൻ നൂർ ഫൈസിയുടെ മൂത്ത മകൻ സഈദ് ഹുദവി ആനക്കരയും കൂടി ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്തമാരുടെ കീഴിൽ ഒരു സ്ഥാപനം തുടങ്ങി ബീഹാറിലെ കിഷൻഗഞ്ചിലെ കുർത്തുബയിൽ. 15 അംഗങ്ങളാ കമ്മിറ്റിയിൽ. 4 ആളുകളാ ഹുദവി അല്ലാത്തവർ. ഒന്ന് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ, 2 ഇസ്മായിൽ എടച്ചേരി സാഹിബ്, 3 CT അബ്ദുൽ ഖാദർ സാഹിബ്, 4 അബ്സാർ ഭായ് എന്ന് പറയുന്ന ആ പ്രദേശത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ. ബാക്കിയുള്ളവരൊക്കെ ഹുദവികളാണ്. എന്നാലും ചില ആളുകൾ പറയും അതിൽ ജമാഅത്തേരുണ്ട്, അതിൽ വഹാബികളുണ്ട്. ഹാദിയുടെ കീഴിൽ നടക്കുന്നൊരു പ്രൊജക്റ്റാണ്, നിങ്ങളൊക്കെ സഹായിക്കണം. 24 ഏക്കർ ഭൂമിയിൽ വളരെ വിശാലമായി പ്രീ സ്കൂൾ മുതൽ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വരെ സംവിധാനിക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയം അവർ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നു. നല്ല കാര്യമല്ലേ? അൽഹംദുലില്ലാഹ്, അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമല്ലേ? ഇതൊക്കെ ചെയ്യാൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എളിയ പ്രവർത്തനങ്ങൾ നടത്താൻ ഹാദിയയും ഹുദവികളും ഒക്കെ മുന്നോട്ട് വന്നു. ദാറുൽ ഹുദ അതിനു വേണ്ടുന്ന സപ്പോർട്ട് നൽകി. പാണക്കാട് സാദാത്തുമാരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും നേതാക്കന്മാർ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുവാൻ സമൂഹത്തോട് പറഞ്ഞപ്പോൾ ആളുകൾ അത് നൽകി. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. വലിയ കാര്യമല്ലേ? അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലേ? സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നമ്മളെല്ലാവരും ചെയ്യേണ്ട പണിയാണ്. അത് കുറച്ച് ആളുകൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ സന്തോഷിക്കണം. 2022 ആസാം, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ആസാമിൻ്റെ അവസ്ഥ. ആസാമിലെ ബാർപേട്ട ഗുവാഹത്തി ഹൈവേയുടെ ചാരത്ത് ഭൂമി വാങ്ങി ഒരു സ്കൂൾ നമ്മൾ ഏറ്റെടുത്തു. ഇപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജാഫർ ഹുദവി ബംഗാളത്ത് വലിയ ദുഃഖത്തോടു കൂടി അവിടെ ഇരുന്നത് അവളെ കാണാൻ പറ്റാത്തതിൻ്റെ പേരിൽ 3000-4000 കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മുജീബ് ഹുദവിയും മുആശിഖ് ഹുദവിയും ഒക്കെ സുഹൈൽ ഹുദവിയും ഒക്കെ കഠിനാധ്വാനം ചെയ്ത് ഒരു സ്കൂൾ തുടങ്ങി. ഇന്ന് 400ഓളം വിദ്യാർത്ഥികളുള്ള ആ സ്കൂള് അബുദാബി സുന്നി സെന്ററിന്റെ പങ്കാളിത്തത്തോടു കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. നല്ല കാര്യമല്ലേ? അവിടെയുള്ള എത്രയോ കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ സൗകര്യമുണ്ട്. അതോടൊപ്പം അവർ രാവിലെ വന്നാൽ മദ്രസ വിഷയങ്ങൾ പഠിക്കുന്നു. ബാങ്ക് കൊടുത്താൽ അവിടെയുള്ള നിസ്കാര ഹാളിൽ പോയി നിസ്കരിക്കുന്നു. മനോഹരമായ ഇസ്ലാമിന്റെ വേഷവിധാനം ധരിച്ചു വരുന്നു. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കുന്നു. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. നബിദിനം ആഘോഷിക്കുന്നു. അവിടെയുള്ള പട്ടാളക്കാർ, അവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെയൊക്കെ കൂടെ ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രക്രിയക്ക് ഹാദിയയും ദാറുൽ ഹുദയും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. നല്ല കാര്യമല്ലേ ഈ ചെയ്യുന്നത്? എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട വിഷയങ്ങളല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? മഹല്ലുകൾ തോറും ഞങ്ങൾ കടന്നു വന്നു. ഓരോ മഹല്ലുകളും ഞങ്ങളെ സ്വീകരിച്ചു. അവിടെയുള്ള നാണയത്തുട്ടുകൾ ഒരു കൂട്ടിവെച്ചു. പിഞ്ചു കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സംഭാവനകൾ നൽകി. അൽഹംദുലില്ലാഹ്, അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ട് ഈ രാജ്യത്തിന് 1.5 ലക്ഷത്തോളം കുട്ടികൾ ഇന്ന് പഠിക്കുന്നു. 2 ലക്ഷത്തോളം കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു. നല്ല കാര്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഒരു സത്യവിശ്വാസിക്ക് സന്തോഷമുണ്ടാകണം. എന്നാൽ പ്രിയപ്പെട്ടവരെ,
ദുഃഖകരമെന്ന് പറയട്ടെ, ഇത് പറയേണ്ടി വന്നത് ജീവിതത്തിലെ ഏറ്റവും നിർഭാഗ്യമായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ആരെയും അറിയാതെ പോലും കുറ്റപ്പെടുത്തരുത് എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. മരിച്ചു പോകുമ്പോൾ സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നീ എന്തിനാടാ ആ മനുഷ്യനെ ഗീബത്ത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയുമെന്ന് ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആഗ്രഹമുണ്ടായിട്ടല്ല, ഇത്രകാലം പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഇതാരെങ്കിലുമൊക്കെ ഒന്ന് പരിഹരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളൊക്കെ ശിശുക്കളാണല്ലോ, ഞങ്ങളൊക്കെ പാപികളാണ്. ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന സാദാത്തുമാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നതരായ നേതാക്കൾ, നമ്മുടെ രാഷ്ട്രീയ സംഘശക്തിക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാരഥന്മാർ, ഉലമാക്കളും ഉമറാക്കളും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊള്ളുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദിവസം കൂടുന്തോറും ഈ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ വഷളാകുന്നു. ദാറുൽ ഹുദയെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു, ഹാദിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞങ്ങൾ ഇന്ന് പറയാതിരുന്നാൽ നാളെ ഒരു പക്ഷെ നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിച്ച് അവസാനം അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് പറയും, തമ്പുരാനെ, ഞങ്ങളോട് ചിലരൊക്കെ പലതും പറഞ്ഞപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചു പോയി, ഞങ്ങൾക്കത് തിരുത്തിത്തരാൻ ഉത്തരവാദിത്തപ്പെട്ട ദാറുൽ ഹുദയുടെ ആളുകൾ, ഹാദിയുടെ ആളുകൾ മുന്നോട്ട് വന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വഴികേടിലായത്, ഞങ്ങൾ ഈ സംവിധാനത്തെ എതിർത്തത്, ഞങ്ങൾ അവർക്ക് സംഭാവനകൾ കൊടുക്കാതിരുന്നത് എന്ന് ഏതെങ്കിലും ഒരു സാധുവായ ഒരു മുസ്ലിം പറഞ്ഞു പോയാൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും പരിഹസിക്കാനല്ല, ആരുടെയും അഭിമാനത്തെ ചോദ്യം ചെയ്യുവാനല്ല ഞങ്ങൾ ഇവിടെ നിങ്ങളെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് സങ്കടത്തോടെ പറയുകയാണ്, 2021 ഒക്ടോബർ 2-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആസ്ഥാനത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കരഞ്ഞുകൊണ്ട് ഓരോരുത്തരും കയറിപ്പോകേണ്ടി വന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൈർ ഹുദവി അടക്കമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കുറ്റവാളികൾ പോലെ വിളിച്ചു കൊണ്ടുപോയി ചോദ്യങ്ങൾക്ക് വിധേയരായി. എന്താണ് കാരണമെന്നറിയുമോ നിങ്ങൾക്ക്? എന്താണ് കാരണം? ഞാൻ പറയുന്നത് ഇതാണ്. ദാറുൽ ഹുദക്കെതിരെ, ഹാദിയക്കെതിരെ വളരെ ബോധപൂർവമായ ഞങ്ങളുടെ ഉസ്താദിനെതിരെ ഗൂഢാലോചനകൾ നടക്കുന്നു. ആ ഗൂഢാലോചനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പുറത്തുള്ള ആളുകളാണെങ്കിൽ നമുക്കിതൊക്കെ സഹിക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളോട് ചേർന്ന് നിന്നവർ, ഞങ്ങൾക്ക് സഹായം നൽകേണ്ടവർ, ഈ സ്തംഭന സംവിധാനങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ നിന്ന് ഒന്നിച്ചുകൊണ്ട് വിപുലപ്പെടുത്തി സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ച യശുദ്ധു ബഅദുഹു ബഅദ എന്ന് പ്രവാചകൻ പറഞ്ഞ പ്രവർത്തനം ഏറ്റെടുക്കേണ്ടവർ അവർ തന്നെയാണ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് പാരവെക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ അവസാനം ഇത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടന SYSന്റെ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കൂടെ പ്രവർത്തിക്കുന്ന ഉന്നതനായ ഒരു വ്യക്തി, ആളുകൾ അവരെ ഷജറകൾ എന്ന് വിളിക്കുന്നുണ്ട്. ആ വിഭാഗം ഞാൻ അവരെ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഛിദ്രശക്തികൾ, അഭിനവ വിഘടിതർ, അങ്ങനെ അവരെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവാത്മാവും പരമാത്മാവുമായ ഒരു ഫൈസി 200-ലധികം പേജ് വരുന്ന കുറ്റപത്രം തയ്യാറാക്കിയിട്ട് ദാറുൽ ഹുദയെക്കുറിച്ച്, ഹാദിയെക്കുറിച്ച് അർദ്ധസത്യങ്ങളും ഇല്ലാത്ത നുണകളും കൃത്യമായി എഴുതി പഠിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് മുന്നിലൊരു നീണ്ട കുറ്റപത്രം കെട്ടുകണക്കിന് പേജ് ഞങ്ങളെ കൊടുത്ത് എഴുതി കൊടുത്തു. ഇത് സതുദ്ദേശത്തോടെയാണ് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസാക്ഷിയോടെ നിങ്ങൾ ചോദിക്കണം. ഇത് സതുദ്ദേശത്തോടുകൂടിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. മനുഷ്യരാണല്ലോ നമ്മളൊക്കെ, എല്ലാവർക്കും ഒരു അഭിപ്രായമാവില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരാളോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഞാനത് അയാളെ തിരുത്താൻ ശ്രമിക്കണം. അയാൾ തീർക്കാൻ ശ്രമിക്കണില്ലെങ്കിൽ ആ രീതിയിൽ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ടത് പരിഹരിക്കാൻ ശ്രമിക്കണം. ഈ പരാമർശങ്ങൾ ഞങ്ങളെക്കുറിച്ച് നടത്തി 200 പേജിലധികം, ഞാനതിൻ്റെ പേജിൻ്റെ കണക്കിൻ്റെ കൃത്യം 200 പേജിൽ ഏറെ ഉണ്ടാകുമെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ട് പറയാം. ചിലർ പറഞ്ഞു 300 പേജുണ്ട്, 400 പേജുണ്ട്. കാരണം ഇത് അത്രമേൽ കെട്ടുകണക്കിന് ഞങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ചെറിയ 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 വിഷയങ്ങളാണ്. അല്പത്തരം എന്നല്ലാതെ എന്താ പറയുക, അല്പത്തരം. എന്നിട്ട് അത് എഴുതി കൊടുത്തു. എന്തായിരുന്നു ഫലം? ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ഓരോ വിഷയങ്ങളും ചോദിച്ചു. സമസ്തയുടെ സമുന്നതനായ നേതാക്കന്മാർ അവിടെ ഇരുന്നു കൊണ്ട് അവരവസാനം പറഞ്ഞു, ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. തള്ളി എന്ന് പറയുന്നത് ഞാനല്ല,
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സമുന്നതനായ നേതാവ് അദ്ദേഹം സുപ്രഭാതത്തിൽ ലേഖനം എഴുതി. വേറൊരു വിഷയ സംബന്ധമായിട്ട് ഉണ്ടായപ്പോൾ ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഉദവികൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ തെറ്റിദ്ധാരണകളാണ് എന്ന അടിസ്ഥാനത്തിൽ സമസ്ത മുഷാവറ തള്ളിക്കളഞ്ഞു എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന തീരുമാനത്തെ അംഗീകരിക്കുവാൻ, ഞങ്ങൾക്കെതിരെ പരാതി എഴുതി കൊടുക്കാൻ ദിവസങ്ങളോളം ഒരു PhD വിദ്യാർത്ഥിയേക്കാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഈ ഫൈസിക്ക് സാധിക്കുമോ സമസ്തയുടെ കൂടെ നിൽക്കാൻ? സമസ്ത തള്ളി, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ നിന്നോ? നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, തള്ളിക്കളഞ്ഞ പഴകിപ്പൊളിച്ച ആരോപണങ്ങൾ വീണ്ടും എടുത്തുദ്ധരിക്കുകയല്ലേ നിരന്തരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യാതൊരു തത്വദീക്ഷയുമില്ലാതെ, ഗുണകാംക്ഷയില്ലാതെ, സതുദ്ദേശമില്ലാതെ ഈ രീതിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തോട് പ്രവർത്തിക്കാൻ പറ്റുമോ? നമുക്കൊക്കെ ഒരു നീതിബോധമില്ലേ? ഒരു വലിയ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കാം. 1-2 പേജ് എഴുതി കൊടുത്താൽ മനസ്സിലാക്കാം, ഇത് പകയല്ലാതെ മറ്റെന്താണ്, അസൂയയല്ലാതെ മറ്റെന്താണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, പലരും നമ്മളോട് ഗുണകാംക്ഷകൾ വന്നുകൊണ്ട് നിങ്ങളോട് അസൂയാണ് ഒരുക്കുന്നത്. നമ്മൾ അതിന് മാത്രം വളർന്നു എന്നൊന്നും ഞങ്ങൾ ചിന്തിക്കണില്ല. എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. എങ്ങനെ ഇവരൊക്കെ ഉറങ്ങണമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഈ പകയും വിദ്വേഷവും വെറുപ്പും ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം, ദീനിന് പ്രവർത്തിക്കുന്ന, സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ നിരന്തരം അവഹേളിച്ചു കൊണ്ടിരിക്കുക, അതിനുവേണ്ടി ആളെ കൂട്ടുക, തീർന്നില്ല. അതിനേക്കാൾ ഗൗരവം, സമസ്ത തള്ളിക്കളഞ്ഞ പരാതികൾ വീണ്ടും ആളില്ലാത്ത ഒരു ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെടുന്നു. കുറ്റാരോപണങ്ങൾ 10 നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ ഓരോന്ന്. ഞാൻ സമയം ദൈർഘ്യം വായിക്കണില്ല, ഇപ്പോഴെന്നല്ല, കുറച്ച് മുന്നെയാണ്. അതിൽ പറയപ്പെട്ടത് മുഴുവനും ശുദ്ധ നുണകൾ. എന്തൊക്കെയാണ് പരാതി? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുർത്തുബയില് കമ്മിറ്റിയില് എത്ര സുന്നികളുണ്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സുന്നിയല്ലേ? എടച്ചേരി ഇസ്മായിൽ സാഹിബ് സുന്നിയല്ലേ? ഡോക്ടർ സുബൈർ ഹുദവി സുന്നിയല്ലേ? ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെ പേരക്കുട്ടി സുന്നിയല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, CT അബ്ദുൽ ഖാദർ സാഹിബ് ഖാദർച്ച, അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതാവല്ലേ? എന്നിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, മുഴുവൻ നുണ. ആളൊക്കെ ഞങ്ങൾ കണ്ടെത്തിയ ആൾ ഈ ഫൈസിയുടെ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന അഡ്മിനായിരുന്നു. തീർന്നില്ല, ഇതിന് ലൈക്കടിച്ചത് ഇതേ ഫൈസി നേരിട്ടിട്ട്. ഞാൻ ഈ ഫൈസി എന്ന് പറയുമ്പോൾ ഫൈസിമാർക്ക് വിഷമം ഉണ്ടാകരുത്, എന്നോട് എങ്ങനെങ്കിലും ഇതൊന്ന് പറയണമല്ലോ. ആളെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല, അതിൻ്റെ ഒരു കൾച്ചറും സംസ്കാരം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി നാളെ ഫൈസിമാരൊക്കെ കൂടി എൻ്റെ നേർക്ക് വരരുത്. അപ്പോൾ ഈ രീതിയിൽ അതിന് ആദ്യം പോയി ലൈക്കടിച്ചു. ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനല്ല അടിച്ചത് എന്ന്. പിന്നെ പറഞ്ഞു ഞാൻ അറിയാതെ അടിച്ചതാണെന്ന്. ഇന്നോണ പറയാനും യാതൊരു മടിയില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാകാൻ പറ്റുമോ? തലയെ കെട്ടും കെട്ടിയിട്ട്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയപ്പെടുന്ന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് ആരാണ് എന്നറിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ മറ്റൊരു ഭാഗത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ പല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഈ പറയുന്ന ഗുണ്ടാ സംഘമാണ്. ഇവർ ഒരു കോക്കസായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർ കുറച്ച് ആൾക്കാർ, ഓരാണ് തീരുമാനിക്കുക ആരാ സുന്നി, ആരാ മുജാഹിദ്, ആരാണ് വഹാബി, ആരാണ് സുഹാബി, ആർക്കാണ് സമസ്തനോട് കൂറുള്ളത്, ആരാണ് ഇസ്ലാമിൻ്റെ അകത്ത്, ആരാണ് ഇസ്ലാമിൻ്റെ പുറത്ത്. വലിയ സങ്കടം എന്താണെന്നറിയോ? ഈ 200 പേജ് കുറ്റപത്രം വിചാരണ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചപ്പോൾ അവിടെ ഇരുന്നിരുന്ന മുഷാവറ മെമ്പർമാരിൽ ഒരാൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതനായ നേതാവാണ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ആ സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവിൽ കടുത്ത മുജാഹിദ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഈ ഛിദ്രശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ തടയാൻ നിങ്ങൾക്ക് കഴിയുമോ? കോഴിക്കോട് പട്ടണത്തിലെ ആ സ്ഥാപനത്തിന്റെ ബിൽഡിങ്ങിന്റെ മുഴുവൻ കൈകാര്യകർത്തൃത്വവും കടുത്ത മുജാഹിദാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നടത്താൻ പറ്റുമോ ഇല്ലേ ഒക്കെ വേറെ ചർച്ചയുണ്ട്. ചില സാഹചര്യങ്ങൾ കുടുങ്ങിയിട്ടേക്കാരം.
പക്ഷെ ഈ പറയപ്പെടുന്ന വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? തിരുത്തണം പോയിട്ട് നിങ്ങൾ. ആ വ്യക്തി ഇടക്കിടക്ക് നമ്മളൊരു കുത്തുകുത്തുന്ന ആളുമാണ്, നമ്മൾ മനസ്സിലാക്കായിട്ടല്ല അതൊന്നും. പ്രിയപ്പെട്ടവര്, അങ്ങനെ അനേകം പ്രവർത്തനങ്ങൾ ദാറുൽ ഹുദയുടെ അഡ്മിഷന്റെ സമയത്ത് വരും, പ്രത്യക്ഷപ്പെടും കുറേ വിവാദങ്ങൾ. വ്യംഗ്യമായി സൂചിപ്പിച്ചുകൊണ്ട് ദാറുൽ ഹുദയെ വിമർശിക്കും. തആവുൻ, ഓരോ പരിശുദ്ധ റമദാനിലും നമ്മൾ നടത്തുന്ന ഫണ്ട് റൈസിംഗ് പ്രോഗ്രാമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്. ആ പ്രവർത്തനങ്ങളുടെ സമയം വരുമ്പോൾ അപ്പോൾ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് പുറത്തുവിടും. എന്നിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തും. അത് ഒന്നുകിൽ നേരിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവർ വളർത്തിയെടുത്ത സൈബർ ഗുണ്ടകളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഉണ്ടോ? ഇഷ്ടം പോലെ തെളിവുണ്ട്. ഞാനത് മുഴുവനും പറയാൻ പുറപ്പെട്ട കുറേ സമയം എടുത്തു പോകും. അതുകൊണ്ട് ഞാൻ ഇനി അധികം ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇതിനുശേഷം ഇതൊരു കോക്കസാന്ന് ഞാൻ പറഞ്ഞു. ഈ കോക്കസിലെ ഒരു വ്യക്തിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. മറ്റൊരാൾ SKSSFന്റെ സമുദ്ധനായ നേതാവാണ്. ഞാനേറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ആത്മബന്ധവും നിരന്തരമായ ബന്ധങ്ങളും ഉണ്ടായിരുന്ന ഒരാൾ. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന പെട്ടിക്കടകൾ ഞങ്ങൾ ശുദ്ധീകരിക്കും. എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ദാറുൽ ഹുദയും ഹാദിയും ഒന്നുമല്ല. ഒരു മനുഷ്യന് കിനായത്തായിട്ടൊരു കാര്യം പറഞ്ഞാൽ, സ്വരീഹൻ, ഇവിടെ അധികം മൂല്യമാരല്ലോ, വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് പിന്നെ അങ്ങനെ തന്നെയാണ്. അതല്ല വ്യംഗ്യമായി പറഞ്ഞതാണെങ്കിൽ പിന്നെ ആ മനുഷ്യനോട് ചോദിക്കണം എന്നാ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്. നമ്മളെന്നാണ് തീരുമാനിക്കാനല്ല. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് പലതും സംഘടനാ രംഗത്ത് ഇപ്പം അങ്ങനെ അത് തീരുമാനിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം തന്നെയാണ്. ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ആൾ പറഞ്ഞാൽ അല്ലല്ലല്ല നിങ്ങൾ എന്നെ ഉദ്ദേശിച്ചത്. എന്നിട്ട് അയാളെ മേലിൽ പിന്നെ ബാക്കിയുള്ള ഫത്തുകളൊക്കെ വരും. ഇതെന്ത് ഏർപ്പാടാ? അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് മനസ്സിലായില്ല. എന്താ കാരണം എന്നറിയോ? ദാറുൽ ഹുദയും ഹാദിയും നടത്താത്ത ഒരു പദ്ധതി നിങ്ങൾക്ക് വിമർശിക്കപ്പെടേണ്ടതായി കേരളത്തിന് പുറത്തന്ന് പ്രവർത്തിക്കുന്നില്ല. അപ്പം നിങ്ങൾ ആരെയാണോ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നത് ഇവർ, അവർക്ക് കേരളത്തിന് പുറത്ത് സംവിധാനങ്ങൾ അന്നില്ല. അത് കേരളത്തിന് പുറത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ കേൾക്കുന്ന ആളുകൾ എന്താ മനസ്സിലാക്കുക? അത് അദ്ദേഹത്തെ കുറിച്ചാണെന്ന് പണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പറ്റി ഒരാൾ പറഞ്ഞല്ലോ. കാദിക്കുണ്ടാകേണ്ട യോഗ്യത മറ്റത് മറിച്ചത് ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ മൂപ്പരെ പറ്റി പറഞ്ഞതെല്ലാവരും എല്ലാവർക്കും മനസ്സിലാവും, കേൾക്കുന്നവർക്കും മനസ്സിലാവും, കാണുന്നവർക്കും മനസ്സിലാകും, പത്രക്കാർക്കും മനസ്സിലാകും, എല്ലാവർക്കും മനസ്സിലാകും. എന്നാലും പറയും ഞാനതല്ല ഉദ്ദേശിച്ചത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദും ഷംസുൽ ഉലമയും ഒക്കെ നേതൃത്വം കൊടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ദൗർഭാഗ്യകരമായ രീതിയിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ആ വിഷമൊന്ന് പറയാനൊരു അവകാശമെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് തരില്ലേ? അതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിക്കണം. ഇതൊക്കെ ഒന്ന് നേരായി കാണണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഈ പെട്ടിക്കട പരാമർശം നടത്തി കുറച്ച് കാലം കഴിഞ്ഞു, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അടുത്ത വിവാദം. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് ക്രമവിരുദ്ധമാണ്, അത് തിരുത്തണം. അത് വളരെ മോശമായി. ഇതാണ് ആരാ പ്രസിഡന്റ്? പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇന്ന് കേരളത്തിൽ ആ മഹാനുഭാവനെ പോലെ ദാറുൽ ഹുദക്ക് പ്രസിഡന്റാകാൻ അർഹൻ വേറെ ആരെങ്കിലും ഉണ്ടോ? മൂക്ക് താഴെയുള്ള ചോറ് വയ്ക്കണ എല്ലാവരും പറയില്ല, തങ്ങളിനെല്ലാ നിലക്കും അർഹനാണ്. അപ്പൊ വെറുതെ ഒരു വിവാദം ഉണ്ടാക്കുക, ജനങ്ങളുടെയൊക്കെ ശ്രദ്ധ അതിലേക്ക് വരും, മീഡിയക്കാരൊക്കെ പിന്നാലെ കൂടും. അപ്പോൾ എല്ലാവരും ഇന്നൊന്നും അറിയും. ഒരു കാര്യം സമൂഹത്തിന് ഞാൻ ചോദിക്കട്ടെ, ഈ വിവാദം കൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണം? എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. അപ്പൊ ഇങ്ങനെ വെറുതെ കൃത്രിമമായി ദാറുൽ ഹുദയും ഹാദിയും ഒക്കെ പ്രതിസ്ഥാനത്ത് വരുന്ന വിവാദങ്ങൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കാം. ഇല്ലാത്ത നുണ പറയും. ഞാനൊരിക്കൽ പ്രസംഗിച്ചു. ഇത് ഞാൻ പറയുന്നത് ഇവരാരും നേരിട്ട് ചെയ്തു എന്നല്ല. എന്താ ഞങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കും. അതിൻ്റെ വലിയ പ്രശ്നത, ഇവർ ഒരുപാട് കുട്ടിക്കുരങ്ങന്മാരുണ്ടാക്കിയിട്ടുണ്ട്, സൈബർ ഗുണ്ടകൾ. അത് എത്ര എന്നുള്ള കണക്കൊന്നും നമുക്കറിയില്ല.
സമസ്ത സരണി, ഇഷ്ടം സമസ്ത, ആദർശം, പിന്നെ വേറെയും കുറേ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഏപ്പിക്കാരെ വക വേറെ ഓരും കുറേ. ഇപ്പം രണ്ടും സഖ്യ. എന്നിട്ട് അതിലേക്ക് നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഉദവികളൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് സാലറി ഇതിനു വേണ്ടി എടുക്കുന്നത് എന്ന് നോണാണ്ട് പറഞ്ഞു വരുത്തുക. അവർ ഈ പിരിക്കുന്ന പൈസ അവർ എവിടെയും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1 രൂപ കമ്മീഷൻ വാങ്ങാതെ പിരിക്കുന്ന മുഴുവൻ പൈസയും ഇന്ത്യയുടെ കുഗ്രാമങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് അവിടെയുള്ള മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഈ സംവിധാനത്തെക്കുറിച്ച് സംശയം ജനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഇറക്കുന്ന പ്രസ്താവനകൾ അല്ലാഹുവിന്റെ കോടതിയുടെ മുമ്പിൽ നിങ്ങൾക്ക് മരണത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, പരലോകത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി മറുപടി പറയേണ്ടി വരും. യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ അവിടുന്ന് കാണും, വെറുതെ വിടൂല. ഇപ്പൊ ഇന്ന് ഈ പരിപാടി നിശ്ചയിച്ചു. ആ പരിപാടി നിശ്ചയിച്ചതിന് ശേഷം ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് ഹുദവി ബ്രദേഴ്സ് എന്നാണ്. ഹുദവി ബ്രദേഴ്സ്. ആ ഹുദവി ബ്രദേഴ്സിൽ നടക്കുന്ന ചർച്ച എന്ന പേരിൽ ഇവർ ഒരു വീഡിയോ പുറത്തുവിട്ടു. വലിയ രസം എന്താണെന്നറിയോ? ഇതൊരു വലിയ മാഫിയയാണ് എന്നതിൻ്റെ തെളിവ് ഇവർ ഈ വീഡിയോ പുറത്തുവിടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഹുദവി ബ്രദേഴ്സ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് അവരുണ്ടാക്കുന്നു. അതേ ഫോണ്ട്, പക്ഷെ അബദ്ധം പറ്റിപ്പോയി. അതിൻ്റെ പിക്ചർ മാറ്റാൻ മറന്ന്. ചെയ്യുമ്പോൾ കള്ളത്തിൽ പിന്നെ മായം കഴിച്ചാൻ പാടില്ല, എന്താ കേട്ടുക, അത് മാറ്റാൻ മറന്ന്. എന്നിട്ട് ഇവരെന്നെ കുറെ ആളുകൾ എന്ത് ചെയ്തു അറിയോ? ഓരൊക്കെ പേര് സുബൈർ ഹുദവി ചേകന്നൂര്, ജാബിർ അലി ഹുദവി, ഞങ്ങൾക്കൊന്നും അറിയാത്തൊരു ഹുദവി ഉണ്ട്, സുൽഫീഖർ അലി ഹുദവി, ഏതാ നമുക്കറിയില്ല. എന്നിട്ട് അതിന് വലിയ രസം എന്താ വെച്ചാൽ വേറെ ആരും, അതിന് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ മാത്രം. മേലെ ഇങ്ങനെ ഹാരിസ് എന്നൊക്കെ കാണാണ്ട്. അപ്പം ഇങ്ങനെ ഫുള്ള് പേര് എന്ത് ചെയ്തിരിക്കുകയാണ്? എല്ലാവരും ഓലിങ്ങനെ ഓരോരുത്തരുടെ പേരെന്നെ ഓരെണ്ണിങ്ങനെ ഏതൊക്കെയോ ആളുകളുടെ പേര് സുബൈർ ഹുദവി എന്നൊക്കെ. അപ്പം നമ്മൾ കൂട്ടുകാരുണ്ടായിരുന്നു പണ്ട്. ഓൻ്റെ സ്ഥിരം പരിപാടി എന്താ വെച്ചാൽ ഓന് മൊബൈലിൽ ഇങ്ങനെ എഴുതി വെക്കും ഓൻ്റെ കൂട്ടുകാരെയും പെങ്ങന്മാരൊക്കെ പേരാ. സമദാനി, കുഞ്ഞാലിക്കുട്ടി. ഇവർ പെങ്ങന്മാരിങ്ങനെ വിളിക്കുമ്പോൾ നോക്കുമ്പോൾ സമദാനി വിളിക്കും. അപ്പം പറയും ഹലോ. അപ്പം നമ്മൾ ആളുകളൊക്കെ കരുതുന്നത് ഇവനെ സമദാനി വിളിക്കണം, ഭയങ്കര ആളാണെന്ന്. ഇതേപോലെ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് മാറ്റിയിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കാം. എന്നിട്ട് ഓരെന്നെ ചർച്ച നടത്തുക. വളരെ കൃത്യമായി സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കി. എല്ലാവരും സൗണ്ട് ഉണ്ടാക്കാലോ. പാവം ആ സർഫുദ്ദീനുദ്ദീൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കി ആനമങ്ങാട്. അങ്ങനെ എല്ലാവരും സൗണ്ടുകൾ. ചർച്ച എന്താണെന്നറിയോ? ലീഗേര് ഇവിടെ കൈവിട്ടിക്കണ്, അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി ശക്തമായിട്ട് നമ്മൾ സ്വന്തം പ്രതികരിക്കണം. തെറ്റിക്കണം, പരസ്പരം എല്ലാവരും തെറ്റിക്കണം. ഇങ്ങനെ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിച്ച് മുസ്ലിം സംഘശക്തിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ വിഭാഗം ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടാൻ എന്തെങ്കിലും അർഹത ഇവർക്കുണ്ടോ? ഇവരെന്ത് മുസ്ലിങ്ങളാ? നിങ്ങൾ ഏത് ഇസ്ലാമിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? നിങ്ങൾ ഏത് കിതാബ് ഓതിയിട്ടാ ഇസ്ലാം പഠിച്ചത്? ഇങ്ങനെ കുറെ ആളുകളെ വളർത്തി വലുതാക്കിയവർ ഇതിന്റെ മറുപടി പറയേണ്ടി വരും. ഞങ്ങൾക്കറിയാം നിങ്ങൾ പറയിട്ട് തുടങ്ങിയിരിക്കണേ. ഈ നേതാക്കന്മാര് വളർത്തി വലുതാക്കിയ ഈ വിഭാഗം ഇപ്പോ അവസാനം ഇവരുടെ നിയന്ത്രണത്തിൽ പെടാതെ ആയിട്ടുണ്ട്. ഇനി അവരെങ്ങാനും നേരാകണം നിർത്തി അബ്ബര് ഓരോ ഈത്തറിയും. അങ്ങോട്ടാ കാര്യം പോണത്. അപ്പൊ ഇനി ഓരോ തൃപ്തിപ്പെടുത്താൻ നടക്കുക. അപ്പൊ പേടിച്ചിട്ട് അങ്ങനെയല്ല, അണികളെ തൃപ്തിപ്പെടുത്തി നേതാവാകുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഉദാഹരണം ഒന്നും ഇപ്പോൾ പറയണില്ല, ഈ സന്ദർഭം അതിന് ഉപയോഗിക്കണില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിരന്തരമായി 75 78 ഗ്രൂപ്പുകളാണ് ഓരോ പേരിലുള്ളത്. എന്ന് പറഞ്ഞാൽ 10,000-78,000 ആളുകളുണ്ടാവും ചിലപ്പോൾ അതിൽ. അങ്ങനെ ഗ്രൂപ്പുകൾ അനേകം ഉണ്ടാക്കി. എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ നിരന്തരമായി കുപ്രചരണങ്ങൾ സമൂഹ മധ്യ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആളുകളെ മോശപ്പെടുത്തി സംസാരിക്കുക. ഇപ്പൊ ഈ വിവാദം, ബഹാവുദ്ദീൻ ഉസ്താദിന്റെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യം കൂടി പറഞ്ഞ് സംസാരം നിർത്തുകയാണ്. ഞാൻ ആദ്യം കൊണ്ട് കാര്യം പറയാം. ഞങ്ങൾ ഹാദിയക്ക് ദാറുൽ ഹുദയോ ഹാദിയയോ ബഹാവുദ്ദീൻ ഉസ്താദോ വിമർശനങ്ങൾക്ക് അതീതരാണ് എന്ന ധാരണയോ ചിന്തൊന്നുമില്ല.
മനുഷ്യന്മാരല്ലേ. കുല്ലു ബിൻ ആദം ഖത്താഊൻ, എല്ലാ ആദമിൻ്റെ മക്കളും തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളവരാ, തെറ്റ് ചെയ്യണവരാ, പിഴവുണ്ടാകും എല്ലാവരുടെ അടുത്തും. കുല്ലു ബിൻ ആദം, പ്രസിഡൻ്റ് ആയാലും സെക്രട്ടറി ആയാലും ട്രഷറർ ആയാലും ഖത്താഊൻ, തെറ്റ് വരാം, മനുഷ്യരല്ലേ, മാസൂമികളൊന്നുമല്ലല്ലോ. എല്ലാ സംഘടനകൾക്കും തെറ്റ് വരാം, ഹാദിയക്കും തെറ്റ് വരാം, മനുഷ്യനുണ്ടാക്കിയ മുഴുവൻ സംഘടനകൾക്കും തെറ്റുപറ്റാം. തെറ്റുപറ്റും തോന്നിയാൽ തിരുത്തണം. ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്, അതേപോലെ എല്ലാവരും തിരുത്തണം. എനിക്ക് തെറ്റുപറ്റൂല, ഈ സംഘടനക്ക് തെറ്റുപറ്റൂല, ഇങ്ങനെ പ്രഖ്യാപിച്ച് പാവം ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക. എന്തിനാണിത്? തങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും മറച്ചു വെക്കാൻ, തങ്ങളുടെ സാമ്പത്തിക തിരിമറികൾക്ക് സാധുത നൽകാൻ. അല്ലാതെന്താ? അപ്പൊ ഹാദിയക്ക് തെറ്റുപറ്റാം, ദാറുൽ ഹുദയുടെ അടുത്ത് തെറ്റുപറ്റാം, അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതാ. അവരിൽ നല്ലവർ തൗബ ചെയ്യുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിമർശനങ്ങൾക്ക് അതീതരൊന്നുമല്ല. പക്ഷെ വിമർശനം സതുദ്ദേശപരമാകണം, ഗുണകാംക്ഷയോടുകൂടെയുള്ളതാകണം. നമ്മൾ സ്വീകരിക്കും. എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ട്. നമ്മൾ തെറ്റുപറ്റുമ്പോൾ അത് തിരുത്താൻ ശ്രമിക്കും. MLF അങ്ങനെ ഒരു സംഭവമാണ്. MLF 80 സെഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ അന്ന് തുടങ്ങി കുറേ ആളുകൾക്ക് കൃമികടി. എന്നിട്ട് MLF വീഡിയോ അങ്ങനെ ഇട്ടിട്ട് ആഘോഷിക്കാം. ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയുന്നു, MLF ഞങ്ങൾ തള്ളിക്കളയില്ല. അത് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ആദിവാസികളുടെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും മുസ്ലിം സമൂഹത്തിൻ്റെ പിന്നാക്കാവസ്ഥയും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ സാഹിത്യ സംഭാവനകളെ പൊതുസമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു. അതിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്, വിജയിച്ചുവെന്ന് അതുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് തിരിയണവർ അത് തിരിയണമെങ്കിൽ സാഹിത്യത്തെ കുറിച്ച് അറിയണേ. പക്ഷേ അതിൽ 80 സെഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ഒന്ന് നടത്തി, നമുക്ക് സന്തോഷമുള്ളൂ, നമ്മൾ നിങ്ങളെ കൂടെ തരാം. 80 സെഷൻ കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്ത്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളെ വരെ ലോകപ്രസിദ്ധരായ എഴുത്തുകാരെ കൊണ്ടുവന്ന ആ പരിപാടി ഞങ്ങൾ നടത്തി. 79 പരിപാടിയിലും ആർക്കും പരാതി ഉണ്ടായില്ല. പക്ഷെ ഒരു പരിപാടി നമ്മളെ കയ്യിൽ നിന്ന് പോയി. എങ്ങനെ? അതിൽ കൃത്യമായ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടായി. ആ ഗൂഢാലോചനക്കാരെ ഞങ്ങൾക്കറിയാം. സംഘാടകരിൽപ്പെട്ട ഞങ്ങളല്ലാത്ത ഒരാൾ ഒരു സെഷനിൽ കയറി വന്നിട്ട് സ്റ്റേജിൽ വിഷയം അവതരിപ്പിക്കുന്ന ആളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. സ്റ്റേജിൽ നാടൻ പാട്ട് എന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുക. നാടൻ പാട്ടിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല താളം ഉണ്ടാകും, അതിനൊരു പ്രത്യേകമായ ലയമായിരിക്കും, ആളുകൾ അറിയാതെ അതിൽ ലയിച്ചു പോകും. അപ്പോൾ ആ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കയറി വന്ന് അവിടെ ഇരുന്നിട്ട് ആ പാട്ട് എന്നോട് പറഞ്ഞു, ഈ പാട്ടൊന്ന് പാടണം എന്നിട്ട് അയാൾ ആവശ്യപ്പെടുന്നു. അപ്പുറത്ത് ക്യാമറ ഒക്കെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ പാട്ട് അയാളുടെ പാടി തുടങ്ങിയപ്പോൾ കടപ്പുറത്തുനിന്നൊരു ടീം സദസ്സിലേക്ക് വരുന്നു. അവർ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ആ ഡാൻസ് അതങ്ങനെ വറന്ന് ഞാൻ മഗ്‌രിബ് നിസ്കാരത്തിന് പള്ളിയിൽ പോയതാ. തിരിച്ചു വന്ന് നോക്കുമ്പോൾ പടച്ചോനെ ആകെ കൂടി കൂത്താട്ടം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബോധപൂർവമല്ലാത്ത ഒരബദ്ധം സംഭവിച്ചു. ഞങ്ങളാരും നടത്താൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല, ഒരബദ്ധം. മനുഷ്യരല്ലേ, സംഭവിക്കും. ദാറുൽ ഹുദ ഇസ്ലാമിക സർവകലാശാല, ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഉസ്താദുമാർ, ബഹുമാന്യനായ ഷാഫി ഹാജി ഇവിടെ ഇരിക്കുന്നു, അവരൊക്കെ അത് തള്ളിപ്പറഞ്ഞു. ഞങ്ങളും തള്ളിപ്പറഞ്ഞു, തെറ്റ് സമ്മതിച്ചു, തെറ്റ് ഞങ്ങൾ തിരുത്തി. തിരുത്തേണ്ടത് തിരുത്തണം, അതിന് മടി കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ പരിപാടിയുടെ വീഡിയോ പുറകിൽ നിന്ന് എടുത്തവർ, അവിടേക്ക് കടന്നു വന്നുകൊണ്ട് പാട്ടുപാടാൻ ആവശ്യപ്പെട്ടവർ, അവരെല്ലാവരും കൂടി ചെയ്ത പണി എന്താണ്? അത് മുഴുവനും എടുത്ത് സമൂഹത്തിൽ മുഴുവനും അതവർ വ്യാപിപ്പിച്ചു. നമ്മളെ പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കാൻ ശ്രമിച്ചു. ഇത് ദുരുദ്ദേശമാണോ സതുദ്ദേശമാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം,
ഉദവികൾ പോകട്ടെ, ഇവിടെ വേറെ ഒരുപാട് ആളുകളുണ്ടല്ലോ, നിങ്ങൾ പറ, ഇത് സതുദ്ദേശമാണോ ദുരുദ്ദേശമാണോ? ഇത് ഇസ്ലാമിന്റെ ഏത് മാനദണ്ഡപ്രകാരം, ഖുർആനിന്റെ ഏത് മാനദണ്ഡപ്രകാരം നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയും, അംഗീകരിക്കാൻ കഴിയും? എല്ലാ ഗ്രൂപ്പായിട്ട് ഇപ്പോഴും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട, അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. മരിച്ചു പോണ്ടേ? ഇത് ഇസ്ലാമാ? ഞാനൊരു കാര്യം പറയുന്നു, ഇസ്ലാം മുന്നോട്ട് വെച്ച ഇസ്ലാമിന്റെ പ്രബോധന ശൈലിയല്ലാതെ ഒരു ശൈലിയിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിലും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും. ഹാദിയ ഔദ്യോഗികമായി അത് അംഗീകരിക്കൂല. അപ്പൊ നിങ്ങൾക്കറിയോ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് ഹുദവികൾ ദാറുൽ ഹുദയെ തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാപനമായി മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ, ഉസ്താദിനെ സ്നേഹിക്കുന്നവർ എത്രയോ കാലമായി ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്നുകൊണ്ട് പറയുന്നു, ശക്തമായി വിമർശിക്കണം, എതിർക്കണം, ഇവരുടെ കുറ്റങ്ങൾ കണ്ടെത്തണം, അത് പറയണം. ഹാദിയ ഔദ്യോഗികമായി എന്തുകൊണ്ടാണ് അതിന് തയ്യാറാകാതിരുന്നത്? അല്ലാഹു റസൂൽ അനുവദിക്കണില്ല, എന്താ ചെയ്യാ? അതിൽ പെടുന്നു ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ എത്ര കുറ്റപ്പെടുത്തലുകൾ, എത്ര വിമർശനങ്ങൾ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾക്ക് നട്ടല്ലില്ല, നിങ്ങൾ വാഴപ്പിണ്ടിൻ്റെ ആൾക്കാരാണ്, കേട്ടു സഹിച്ചു. കാരണം എന്താ? പറയാൻ സമയമായിട്ടില്ല എന്ന് തോന്നി. ഇപ്പോഴും പറയുമ്പോഴും ഞങ്ങൾ പേര് പറയാതിരിക്കുന്നത് ഞങ്ങളുടെ മാന്യത. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദാറുൽ ഹുദക്കെതിരെ, ഉസ്താദിനെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നു. ഇപ്പൊ ഈ പരിപാടി നടത്താൻ തന്നെ പ്രധാനപ്പെട്ട കാരണം രണ്ടെണ്ണം. ഒന്ന്, ഉസ്താദ് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാരിത്വത്തെ വിമർശിച്ചുകൊണ്ട് പരിഹസിക്കുന്ന ആളുകൾക്ക് ഉസ്താദ് മറുപടി കൊടുത്തു. ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവാചകന്റെ ജീവിതത്തിലെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുമായുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഉസ്താദ് ഒരു മറുപടി കൊടുത്തു. അതിൻ്റെ കോണ്ടെക്സ്റ്റ് അതാണ്. പ്രവാചക വിമർശകർക്ക് മറുപടി കൊടുക്കുക. ആ മറുപടിയിൽ നിന്ന് ഒരു ഭാഗം എടുത്തുകൊണ്ട് പത്രക്കാർ അത് വലിയ വിവാദമാക്കി. ഞാനിവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പത്രപ്രവർത്തകന്മാർ ഇവിടെയുണ്ട്, ചാനലിൻ്റെ ആളുകൾ, നിങ്ങളൊരൽപ്പം മാന്യത കാണിക്കണം. പത്രധർമ്മം എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടല്ലോ. ഉത്തരവാദിത്തപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ആളുകളുടെ പരാമർശങ്ങൾ പത്രങ്ങളിലും ചാനലുകളിലും കൊടുക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? ആ വ്യക്തിയോട് ചോദിക്കാമല്ലോ, നിങ്ങൾ എന്ത് സാധനത്തിൽ ഇത് പറഞ്ഞത് എന്ന്, നിങ്ങളത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന്. അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പറയുമ്പോൾ നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ. ഉസ്താദിൻ്റെ കാര്യത്തിൽ അത് ചെയ്യേണ്ടിയിരുന്നു, അത് ചെയ്തില്ല. തങ്ങൾക്ക് കിട്ടിയ വാർത്ത വെച്ച ഒരു വാർത്ത പൊടിപ്പിൻ തുങ്കലും വെച്ച് കൊടുത്തു. ചില ആളുകൾ പറഞ്ഞെന്താ അറിയോ, ഞാൻ ആ പത്രത്തിൻ്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കണില്ല. ഒരു പത്രത്തിൽ വലിയ അറിയപ്പെട്ട പത്രപ്രവർത്തകനാണ്, എന്ത് ധാർമ്മിക ബോധമാണ് അവർക്കെന്ന് എനിക്കറിയില്ല. അയാൾ പറഞ്ഞു, ഇവിടുത്തെ മൗലികവാദികളായിട്ടുള്ള പണ്ഡിതന്മാർക്ക് ബഹുഭാരിത്വം അനുവദിച്ച് കിട്ടണം, അതിനുവേണ്ടിയാണ് അവരത് പറയണത് എന്ന്. അങ്ങനത്തെ ഒരു വിഷയം അവിടെ വന്നിട്ടില്ല. മറ്റൊന്ന്, സർക്കാർ വിവാഹപ്രായം ഉയർത്താൻ ഉദ്ദേശിക്കുന്നതിനെതിരെ വിവാഹപ്രായം കുറക്കാൻ വേണ്ടി പറയുകയാണെന്ന് പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉസ്താദിനുണ്ടായിരുന്നില്ല അവിടെ. ഉസ്താദ് പ്രവാചകനെ വിമർശിക്കുന്നവർക്കൊരു മറുപടി കൊടുത്തതാ. ആ കൊടുത്ത സന്ദർഭത്തിൽ ഏറ്റവും മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉസ്താദ് പറഞ്ഞു, ഒരാളുടെയും പേര് പറഞ്ഞില്ല. പറയപ്പെട്ട ഒരു പേര് ശൈശവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാ. ഇതൊക്കെ കൂട്ടിക്കുഴക്കാണ് ആൾക്കാർ. ശൈശവിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ ഒരു സമാദരണീയനായ രാഷ്ട്രീയ നേതാവിൻ്റെ മാതാവിൻ്റെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തി. സത്യത്തിൽ ഉസ്താദ് അതിനുശേഷം പറഞ്ഞു, അതൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നാൻ പാടില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മാതാവിനെയും പിതാവിനെയും വിമർശിക്കാൻ പാടില്ല. എത്ര മാന്യമായിട്ടാണ് ഉസ്താദ് അത് പറഞ്ഞത്. രണ്ടാമത് ഉസ്താദ് പറഞ്ഞു, ബഹുഭാരിത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവാചകനെ വിമർശിക്കുന്ന സമൂഹത്തിലെ പലരും ഒരു വൈഫ് ഇൻചാർജ് പരാമർശമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, പരസ്ത്രീ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന്. സമൂഹത്തിലെ ഒരു അസാൻമാർഗിക പ്രവർത്തനവും അതോടൊപ്പം ഈ സമൂഹത്തിൽ
പ്രവാചക വിമർശകരുടെ കാപഢ്യവും തുറന്നു കാണിക്കലായിരുന്നു ഉസ്താദിന്റെ ലക്ഷ്യം. അത് ഉസ്താദ് നിർവഹിക്കുകയും ചെയ്തു. പത്രക്കാർ പെട്ടുപോയി. എന്താ കാരണം? പിന്നെയാണ് ഇതിൻ്റെ ഫുള്ള് പ്രസംഗമൊക്കെ വന്ന് വിശദീകരണങ്ങളൊക്കെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഇത് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള ഷജറുകൾ പറ്റിച്ച പണിയാണല്ലോ എന്ന്. ഫുള്ള് പ്രസംഗം കേട്ട് നോക്കുമ്പോൾ കോണ്ടെക്സ്റ്റ് അവർക്ക് മനസ്സിലായി. അവർ ദാറുൽ ഹുദയിൽ വന്ന് അടുത്ത പത്രസമ്മേളനത്തിൽ ഉസ്താദുമായി സംസാരിച്ചപ്പോൾ ഉസ്താദ് ഓരോ കാര്യങ്ങളും ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അപ്പൊ ഉസ്താദ് പറഞ്ഞു വൈദാ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ. ഏതെങ്കിലുമൊക്കെ ഒരു തമ്മാടി, ഖുർആനാ പറഞ്ഞത്, നല്ല ഫിറ്റ് അവർക്ക്. ഏതെങ്കിലുമൊക്കെ ഒരു തമ്മാടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത പറഞ്ഞവൻ അന്വേഷിക്കണ്ടേ? ഫതബയ്യനൂ, അന്വേഷിക്കണ്ടേ? അത് പത്രധർമ്മമാണല്ലോ, അത് ചെയ്യണം, നിങ്ങൾ ചെയ്തില്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ മറുപടി എന്താ അറിയോ? ആ മറുപടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. എന്താണ് മറുപടി അറിയോ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് അയച്ചു തന്നത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ പ്രസംഗം കൃത്യമായി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സൗകര്യപൂർവം ഇവരെ പ്രകോപിപ്പിച്ച്, കേരളത്തിലെ രാഷ്ട്രീയക്കാരെ പ്രകോപിപ്പിച്ച്, മന്ത്രിമാരെ പ്രകോപിപ്പിച്ച്, MLA-മാരെ പ്രകോപിപ്പിച്ച് ഉസ്താദിനെ എതിരാക്കണം. അതിൽ കുറേ സാധുക്കൾ വീണു വയ്ക്കണം. പത്രക്കാർ മാത്രമല്ല, കുറേ MLA-മാർ വീണു. എല്ലാവരും, കാരണം ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന് കരുതി. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാരണം ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കൂ പ്രിയപ്പെട്ടവരെ, പ്രവാചക വിമർശകർക്ക് ഉസ്താദ് കൊടുത്ത മറുപടിയെ വളരെ മോശമായി മുസ്ലിം വിരുദ്ധർക്കും പ്രവാചകന്റെ വിമർശകർക്കും കയ്യിലേക്ക് ഒരായുധമാക്കി ഇട്ടുകൊടുക്കുന്നത് ഏത് ഇസ്ലാമിന്റെ മാനദണ്ഡ പ്രകാരം നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയും? ബോധപൂർവമായൊരു ഗൂഢാലോചന അവിടെ നടന്നില്ലേ? ഈ വിഷയം വിവാദമാക്കിയത് മുഴുവനും ഈ ഗൂഢാലോചനക്കാരാണ്. ഞങ്ങൾക്കറിയാം ആരാണ് പത്രക്കാർക്ക് ഇത് അയച്ചു കൊടുത്തത് എന്ന്. ഇൻഷാ അല്ലാഹ് ഇത് ആദ്യത്തെ ഒരു പരിപാടിയാണല്ലോ, ഇതുകൊണ്ട് അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കത് പറയേണ്ടി വരും. അല്ലാഹ് തൗഫീഖ് നൽകാതിരിക്കട്ടെ എന്ന് എൻ്റെ ദുആ. കാരണം ഇതിന് നമുക്ക് താല്പര്യം, നമുക്ക് വേറെ പണിയുണ്ട് കുറേ. പണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കി വന്നതാ അത്. വേറെ കുറേ പണികളുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ബോധപൂർവം എത്ര ഗുരുതരമായൊരു തെറ്റാ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ പറയാത്തത് പറഞ്ഞു എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ കൂടെ നിൽക്കേണ്ടവർ, സപ്പോർട്ട് കൊടുക്കേണ്ടവർ, പിന്തുണക്കേണ്ടവർ, അതിന് പ്രചാരം കൊടുക്കേണ്ടവർ, അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ ഈ രീതിയിൽ ശത്രുക്കൾക്ക് വളം വെച്ചു കൊടുക്കുന്ന രീതിയിൽ അത് കട്ട് ചെയ്ത് അയച്ചു കൊടുത്തു. ഒന്ന്. ഇനി ഞാൻ പറയുന്നത് ജീവിതത്തിൽ പറയാൻ ഒരിക്കലും അവസരമുണ്ടാകരുതേ എന്നാഗ്രഹിച്ചൊരു കാര്യമാണ്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ രണ്ടാമത്തെ കാരണം, ഉസ്താദ് ചെയ്യാത്ത ഒരു തെറ്റ് ചെയ്തു എന്ന് ഇവിടെയുള്ള ഇസ്ലാമിന്റെ വിമർശകർ പ്രചരിപ്പിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സമസ്തയുടെ ഉന്നതസ്ഥാനീയരായ നേതാക്കളോട് പത്രക്കാർ വന്ന് അഭിപ്രായം ചോദിച്ചപ്പോൾ എന്തു മറുപടി പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടതാണ്. അത് സമസ്തയുടെ നയമല്ല. ഉസ്താദ് ചെയ്തത് ഇസ്ലാം വിമർശകർക്ക് മറുപടി കൊടുത്തു. അത് സമസ്തയുടെ നയമല്ല. ആരുടെയും സ്വകാര്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കൽ ഞങ്ങളുടെ രീതിയല്ല. അടുത്ത മറുപടി, ഇത് പറയുന്നത് ചില്ലറക്കാരല്ല. ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്താണ്? ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒന്നുകിൽ ഒരു മറുപടി പറയും. ഞാൻ ആ പ്രസംഗം വിശദമായിട്ട് കേട്ടിട്ടില്ല, അതുകൊണ്ട് കേട്ടിട്ട് മറുപടി പറയാം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാ കാര്യം ഇപ്പം എല്ലാവരും അറിഞ്ഞുകൊണ്ടൊന്നുമില്ലല്ലോ. അത് ചെയ്തില്ല. രണ്ടാമത് പറയേണ്ടത് എന്താ? ആ യാഥാർത്ഥ്യം പഠിച്ചിട്ട് പറയേണ്ടിയിരുന്നു. അപ്പം എന്താ മറുപടി പറയേണ്ടത്? അപ്പം പറയും ഇതാ, അത് നിങ്ങൾ പറയുന്ന പോലെ ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങളതിൽ ബേജാറാവണത്? അദ്ദേഹം പ്രവാചക വിമർശകർക്ക് ഒരു മറുപടി എടുത്തല്ലേ. അദ്ദേഹം ആരുടെയും സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു പോയിട്ടില്ലല്ലോ. അദ്ദേഹം ജനറലായിട്ടല്ലേ പറഞ്ഞത്. ഇപ്പം ആകെ MLA MP-മാരുള്ളൂ. ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്. പൊതുസമൂഹത്തിൽ പ്രവാചക വിമർശനം നടത്തുന്ന പല ആളുകൾ, ഉദാഹരണം പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ, ഇന്ത്യയിൽ മാത്രം ഏകദേശം 65 ലക്ഷം ഉദ്യോഗസ്ഥന്മാരുണ്ട്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ഏകദേശം 5000ആണ്. IPS ഉദ്യോഗസ്ഥന്മാർ 6000. പോലീസുകാർ 20 ലക്ഷം ഉണ്ട്.
അപ്പം ഇവർ ഇത്രയും വലിയൊരു സമൂഹത്തിൽ കുറേ ആളുകൾക്ക് പരസ്ത്രീ ബന്ധമുണ്ട്, അവർ പ്രവാചകനെ വിമർശിക്കുകയും ചെയ്യും ബഹുഭാരിത്വത്തിൻ്റെ പേരിൽ. ഇത്ര പറഞ്ഞുള്ളൂ. അതിന് വളച്ചൊടിച്ച് ഉസ്താദ് ആളുകളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞു. എന്നിട്ട് അത് നമ്മുടെ നയമല്ല എന്ന് പറഞ്ഞ് ഉസ്താദിനെ തള്ളി. ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത്തരം രീതിയിലുള്ളൊരു സമീപനമല്ല സൂക്ഷ്മാലുക്കളായ ഉന്നത സ്ഥാനീയരിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അതുകൊണ്ട് പൊതുസമൂഹത്തിലെ അനേകം ആളുകൾ മനസ്സിലാക്കി ശരിയാണ്, ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രയും വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത്. അല്ലെങ്കിലും ഉസ്താദിനോടെന്തോ ഒരു പ്രത്യേകമായ സമീപനം. ഉസ്താദ് എന്താ ചെയ്യുന്നത്? ഉസ്താദിന് ഇത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഉസ്താദ് ആരാ? 1972 ഇന്ന് ഉസ്താദിനെ വിമർശിക്കുന്നവർ നേതാക്കളായി കൊണ്ടു നടക്കുന്ന ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്തയുടെ സമ്മേളനത്തിൻ്റെ ഓഫീസ് സെക്രട്ടറിയായി 22ാമത്തെ വയസ്സിൽ ദർസിൽ പഠിക്കുന്ന സമയത്ത് സമസ്തയുടെ അന്നത്തെ മഹാരഥന്മാരായ ആലിമീങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച ഒരു ചെറുപ്പക്കാരനായ ദർസ് വിദ്യാർത്ഥിയിൽ നിന്ന് തുടങ്ങി 50 വർഷം ഇന്ന് പൂർത്തിയാകുമ്പോൾ ഉസ്താദ് ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ നിർണായക ഘട്ടങ്ങളിലും ഉസ്താദ് ശ്രദ്ധിച്ചിട്ടുണ്ട്. 1989 ദൗർഭാഗ്യകരമായ പിളർപ്പ് സമസ്തയിൽ നടക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് ഇപ്പുറത്തുള്ളവർ അപ്പുറത്തരുത്. അന്ന് ഉസ്താദ് അവിടെ ഉണ്ട്. ഉസ്താദിനൊരു സംശയം ഉണ്ടായിട്ടില്ല. അപ്പൊ ശത്രുക്കളും ഉസ്താദിന് കൂടുതലാ. ഇവർ കാക്കനാടൻ വിഷയം നടക്കണ്ടല്ലോ. ഇപ്പോൾ കാക്കാൻ്റെ വിഷയം എന്താ? കാക്കാൻ്റെ വിഷയം, കാക്ക ഒരു പുസ്തകം എഴുതിയെന്നാ പറയണത്. ഗൂഢാലോചന ഉണ്ട് അതിൻ്റെ പിന്നിൽ. എന്താ കാരണം? 1980-കളിൽ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ഗ്രാമങ്ങളിൽ മിഷണറിമാർ ആളുകളെ മതപരിവർത്തനം നടത്തിയപ്പോൾ ഉസ്താദ് അതിനെതിരെ ഒരു പുസ്തകം എഴുതി. അപ്പോൾ അവരുടെ ശത്രുക്കളായി. അപ്പം ഇതിനെ പണി കൊടുക്കണം. ഒന്നെങ്കിൽ ബോധപൂർവം, അല്ലെങ്കിൽ മറ്റാരോ ഉസ്താദിന് പണി കൊടുത്തതാണ്. എന്തായാലും ഉസ്താദ് അത് വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കണില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മുഖ്ലിസായ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന പണ്ഡിതൻ ചെയ്യേണ്ട പണിയല്ലേ ഉസ്താദ് ചെയ്തിട്ടുള്ളൂ? അതിലപ്പുറം എന്തെങ്കിലും ഉസ്താദ് ചെയ്തോ? എന്നിട്ട് ഉസ്താദ് അന്ന് തന്നെ അതിൻ്റെ വിശദീകരണം പത്രങ്ങളിൽ കൊടുത്തു. ആളുകൾക്ക് അത് വിശദീകരണം പറഞ്ഞു കൊടുത്തു. ആ വിഷയം തീരേണ്ടതല്ലേ? എന്നാൽ 89-ലെ പിളർപ്പിന് ശേഷം നേരും നെറിയുമില്ലാത്ത വിഘടിതർ ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. ഇപ്പൊ വലിയ വർത്താനം പറയാം, ഞങ്ങളന്നത് പറഞ്ഞിട്ടില്ല എന്ന്. പറ്റുന്നിടത്തോളം കോല് ഉപയോഗിച്ചിരുന്നത്. ഉസ്താദ് വ്യാജകേശത്തിനെതിരെ പ്രസ്താവന ഇറക്കി, പോരാട്ടം നടത്തി, അള്ളാഹുവിൻ്റെ റസൂലിനെ വെച്ച് ബിസിനസ് നടത്തുന്നതിനെതിരെ പോരാടിയപ്പോൾ അന്നും ഈ വിഷയം എടുത്തിട്ടു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ശരിയല്ലാത്ത അരുതായ്മകൾക്കെതിരെ തൻ്റെ കൂടെ നിൽക്കുന്നവർ ഓശാന പാടിയപ്പോൾ, ഉസ്താദ് അതിനെ വിമർശിച്ചപ്പോൾ ഇപ്പോഴും വീണ്ടും അതെടുത്തിടുന്നു. ഇല്ല എന്ന് നിങ്ങൾക്ക് പോലും ബോധ്യപ്പെട്ട ഇത്തരം ആരോപണങ്ങൾ, വളരെ മോശമായ ആരോപണങ്ങൾ ഒരു പണ്ഡിതനെ കുറിച്ച്, അതും ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരോട് പോരാടിക്കൊണ്ട് ഗ്രന്ഥരചന നടത്തുകയും ആഗോള പ്രശസ്തമായ സർവകലാശാലകളുമായി കോർഡിനേറ്റ് ചെയ്ത് ഈ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച് 3749 ഹുദവികളെ സമൂഹമധ്യ സമർപ്പിച്ച് ദീനീ പ്രവർത്തനം നടത്തുന്ന ഒരു ആലിമിനെതിരെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാൻ ജയിപ്പിക്കാരോടും കൂടിയാണ് ചോദിക്കണത്. നാണവും മാനവും വേണം മനുഷ്യനായാലും കുറച്ച്. പാണക്കാട് തങ്ങന്മാരെ പറ്റി പറഞ്ഞവർക്ക് ഇതൊന്നും വലുതാവുമല്ലോ. ഞാൻ ആ പഴയ കാര്യമൊന്നും എടുത്തിടാൻ നോക്കണില്ല. കാരണം ഒരുപാട് നല്ല AP വിഭാഗത്തിലെ ആളുകളൊക്കെ ഇപ്പോൾ സത്യം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പതുക്കെ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നേതാക്കന്മാർ മാറണില്ലെങ്കിലും മാറട്ടെ, നന്നാവട്ടെ. നമുക്ക് ആഗ്രഹം അതാണ്. നമുക്ക് ഓരോട് വ്യക്തിവൈരാഗ്യമൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഒന്നാകണം, എല്ലാവരും നന്നാകട്ടെ തന്നെ ആഗ്രഹം. പക്ഷെ ആഗ്രഹം എന്തിൻ്റെ പേരിലാണ് എന്നത് പ്രധാനമാണ്. ഞങ്ങൾക്ക് അങ്ങനെ സമൂഹം ഒന്നിക്കുന്നതിന് വിയോജിപ്പൊന്നുള്ള ആൾക്കാരല്ല. പക്ഷെ പ്രശ്നം കുറേ ഉണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടണം. വ്യാജമുടി,
അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് തീരുമാനമാവണം, അത്രേ ഉള്ളൂ. അത് തീരുമാനമാകാതെ പിന്നെ യോജിപ്പ് ഉണ്ട്, അത് യോജിപ്പുണ്ട്, അത് അണികളൊക്കെ കൂടി വന്ന് ചേരലാണ്. അതിങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് അത് കൂടുതൽ ശക്തമാക്കട്ടെ. കാരണം ആളുകൾക്കൊക്കെ ബോധം വെച്ച് തുടങ്ങിക്കണല്ലോ, മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഉസ്താദ് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ പ്രവർത്തനങ്ങളിലുണ്ട്. മഹാനായ കെ ടി മാനു മുസ്ലിയാർ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി. അദ്ദേഹം അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഉസ്താദാണ് ആ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചത്. കേരളീയ മുസ്ലിം സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഒരു മഹാപണ്ഡിതൻ. ഞാനത് വിശദീകരിക്കല്ലെങ്കിൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഉസ്താദിന് നൽകേണ്ട രീതിയിൽ ഉസ്താദ് സത്യം പറയും. അതിന്ന് മാറ്റിയെടുത്ത വലിയ പ്രയാസ. ഉസ്താദിന് ബോധ്യപ്പെട്ട കാര്യം ഉസ്താദ് പറയും. അങ്ങനെ തന്നെയല്ലേ ഒരു മനുഷ്യൻ, ഇപ്പം ഞാനാണെങ്കിലും ആരാണെങ്കിലും നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് ഖുർആനും ഹദീസും അതൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ നമ്മുടെ യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ ശരിയെന്ന് തോന്നുന്ന ഒരു പക്ഷം ഉണ്ടാകും, അതിൻ്റെ കൂടെ നിൽക്കും. അതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട, ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേൾക്കണം. അതിന് എന്തായാലും ഉസ്താദിനെ കിട്ടൂല, ഞങ്ങളും കിട്ടൂല. അതിൻ്റെ പേരിൽ വരുന്നതൊക്കെ വരും, സഹിക്കാൻ ഞങ്ങൾ തയ്യാറാ. അപ്പം എനിക്കറിയാം നാളെ മുതൽ നിങ്ങൾ എന്നെ എയറിൽ കയറ്റും. ഒരുങ്ങി വന്നിക്കണത്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഈ പരിപാടി പറഞ്ഞപ്പോൾ ഓരോട് പറഞ്ഞു, എന്തിനീ പണിക്കട? ഞാൻ പറഞ്ഞു, ഞാനൊരു പാപിയാണ്, സ്വർഗത്ത് കിടക്കുമെന്നൊക്കെ എനിക്കൊരു ബേജാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുത്ത് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞാൽ ബാക്കി ഷജറാളിൻ്റെ ഏറ്റവും ഇന്ത്യൻ തള്ളി സ്വർഗത്ത് കാക്കി തരും. അപ്പം നിങ്ങൾ പറയണം, അതിനു വേണ്ടി തന്നെയാണ് നമ്മളിവിടെ വന്നത്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വെച്ച് ഇപ്പണി നിർത്തും നിങ്ങൾ ആരും മനസ്സിലാക്കണ്ട. ആദ്യം ഇറങ്ങിയിട്ടുണ്ട്, ഇത് കയറുമ്പോഴത്തേനൊരു തീരുമാനം ഉണ്ടാക്കും. അതിപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ പറയണത് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്ര മതി എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കല്ല, ഇനി 2 പ്രഭാഷണങ്ങൾ വരാതിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി ഉസ്താദിനൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകളുടെ പക്ഷമുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായ പക്ഷമുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കിയ ശരികളാണ് എന്ന് മാത്രമല്ല, ഞാൻ ഇപ്പോൾ സമസ്തയായത് എങ്ങനെ? ഞാൻ 1992 ദാറുൽ ഹുദയിൽ വന്നതാ. വരുന്ന സമയത്ത് ആരാ സമസ്ത ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ്? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അതീവ സൂക്ഷ്മാരു. അദ്ദേഹത്തെക്കാൾ വലിയ ഒരു സൂക്ഷ്മജ്ഞാനിയെ ഞാൻ അന്ന് കണ്ടിട്ടില്ല. ആരാ ജനറൽ സെക്രട്ടറി? ബഹുമാന്യനായ ഷംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ, സർവകലാ വല്ലഭനായ ഒരു മഹാപണ്ഡിത ശിരോമണി. ആ 2 മഹത്തുക്കളെ കണ്ട് സമസ്തയിൽ കൂടിയവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പം അങ്ങനെ തുടർന്ന് പോകുന്നു, അൽഹംദുലില്ലാ. പിന്നെ വന്ന മഹാരഥന്മാരൊക്കെ ആ രീതിയിൽ തന്നെയായിരുന്നു. അപ്പം ആ സൂക്ഷ്മത വളരെ പ്രധാന. ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബോധ്യപ്പെടലൊരു വിഷയമാണ്. ബോധ്യപ്പെടണ്ടേ? ബോധ്യപ്പെടാതെ എങ്ങനെ? എന്തിനാ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് അല്ലാഹു മുഅ്ജിസത്ത് കൊടുത്തത്? ജനങ്ങൾക്കിത് ബോധ്യപ്പെടണം. ഞാൻ പറയും കണ്ട് കേൾക്കണം എന്ന് പറഞ്ഞാൽ വേറെ ആള് നോക്കണം. ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. ഏതടിസ്ഥാനത്തിൽ ബോധ്യപ്പെടണം? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടണം, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടണം, മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ച അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടണം. പച്ച നുണണ്ട് എഴുതി വിടുക, ഓരോ മനുഷ്യന്മാരെ കുറിച്ചിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക, ഒരടിസ്ഥാനവും ഇല്ലാതിരിക്കുക, എന്നിട്ട് നിങ്ങളത് വിശ്വസിക്കണം എന്നും പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ ഇതൊക്കെ ഇപ്പം എന്തിനാ നമ്മൾ പറയേണ്ടി വരുന്നത്? നമ്മൾ ഇങ്ങനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെങ്കിലും ഇതൊക്കെ ഒന്ന് പരിഹരിച്ചു പോട്ടെ എന്ന് കരുതിയിരിക്കരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഉസ്താദിനെ തള്ളിപ്പറയാൻ യാതൊരു മടിയും ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കില്ല. എന്നാൽ അപ്പുറത്തോ വളരെ കൃത്യമായ ഗുരുതരമായ തെറ്റുകൾ നടത്തുന്ന ആളുകൾക്ക് ഒരു നടപടിയില്ല. ഇത് കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക? നമുക്കിത് ബോധ്യപ്പെടണ്ടേ? എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നൂലേ? മനുഷ്യന്മാരല്ലേ നമ്മളും. ഈ പറയുന്ന ജമ്മുൽ ജവാമിയും തൊഹ്ഫയൊക്കെ ഓതി വന്ന ആൾക്കാരാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കത് ബോധ്യപ്പെടുന്നത് ഇതെന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തോന്നുക. ഒരു ഭാഗത്ത് ഉസ്താദ് ദീൻ പറയുന്നു, ദീൻ പറഞ്ഞത് ഒരിക്കലും പറയാത്ത കാര്യങ്ങൾ ഉസ്താദിന്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് അത് തള്ളിക്കളയാ. മറ്റൊരു ഭാഗത്ത് സമസ്ത ജമിയത്തുൽ ഉലമയുടെ മുശാവറ നടക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന മുശാവറ മെമ്പർമാരെ നോക്കിയിട്ട് നിങ്ങളൊക്കെ കള്ളന്മാരാണ് എന്ന് പറഞ്ഞ ആൾക്ക് പട്ടും പുടവയും, അവർക്ക് വലിയ സ്വീകരണം, അതിലൊരു കുഴപ്പമില്ല. പരസ്യമായി മുഖലിസീങ്ങളായ പണ്ഡിതന്മാരുടെ
പിതാക്കന്മാരെ അവഹേളിക്കുക. നല്ല ഭാഷ പറഞ്ഞതാണ് ഞാൻ, നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ. അതിന് ഒരു കുഴപ്പമില്ല. അങ്ങനത്തെവർക്ക് സ്വസ്ഥം സുന്ദരം സ്വൈരം. അന്യമതസ്ഥരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കാൻ പാടില്ല. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, ഖുർആൻ പറഞ്ഞു. അങ്ങനെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തീർത്തും വിരുദ്ധമായ രീതിയിൽ, അതിമോശമായി, ഒരിക്കലും ഒരു മനുഷ്യന് മുമ്പിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ തലയിൽ കെട്ടുകെട്ടി സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ വരെ പരസ്യമായി വിമർശിക്കുക. ഒരു കുഴപ്പമില്ല, ഒരു നടപടിയില്ല. ഇത് കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കും? ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ എന്തോ കുഴപ്പമുണ്ട്. ആ കുഴപ്പം മാറണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുള്ളൂ. അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പിന്നെ നമ്മളെ കുറിച്ചുള്ള വലിയ പരാതി എന്താണെന്നറിയോ? ഞങ്ങൾ പാണക്കാട്ടെ ഒരാളാണ്. അത് ശരിയാണ്, ഞങ്ങൾ പാണക്കാട്ടെ ഒരാളാണ്. ഞങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റൂല. എന്താ കാരണം? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മുതൽ, ഷംസുൽ ഉലമ മുതൽ, സയ്യിദ് ഹൈദ്രോസ് മുസ്ലിയാർ മുതൽ, എം ബഷീർ മുസ്ലിയാർ മുതൽ, മഹാനായ ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി മുതൽ, മഹാരഥന്മാരായ ആലിമീങ്ങളെയും ഉമറാക്കളെയും കണ്ടു വളർന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്കതേ കഴിയൂ. മുസ്ലിം സമൂഹത്തിനൊരു പൊതു നേതൃത്വമുണ്ടെങ്കിൽ കുറെ നൂറ്റാണ്ടായി അത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലും ആ മഹാനായ PMS പൂക്കോയ തങ്ങളുടെ മക്കളിലുമാണ്. ഞങ്ങൾ ഉറച്ചു തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പിന്നിൽ പാറ പോലെ നിൽക്കും. ഒരു സംശയമാർക്ക് വേണ്ട. അതിന്റെ പേരിൽ വിമർശിച്ചോളൂ, അതിന്റെ പേരിൽ പരിഹസിച്ചോളൂ, അതിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ നിങ്ങൾ എന്തൊക്കെ വാർവലകളിൽ എഴുതി വിട്ടാലും അത് പൂമാലകളെ പോലെ ഞങ്ങൾ സ്വീകരിക്കും. എന്താ കാരണം? കേരളീയ മുസ്ലിം ഉമ്മത്തിന് അഭിമാനമുണ്ടാക്കി കൊടുത്തത് അവരാ. അവരുടെ കീഴിൽ നിൽക്കാനാ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ആലിമീങ്ങൾ. ചെമ്മുക്കം കുഞ്ഞാപ്പുവാജിൻ പൈസ തന്നിട്ടാണ് ഞങ്ങൾ വളർന്നു വന്നത്. അദ്ദേഹം പാണക്കാട് വീട്ടിലിരിക്കുമ്പോൾ കാസർഗോഡ് ഭാഗത്തുനിന്ന് കുറച്ച് ആളുകൾ വന്നു. അദ്ദേഹം നല്ല ഹൈടെക് ഉള്ള, കാണാൻ നല്ല ചന്തമുള്ള മനുഷ്യനാണ്. അപ്പോൾ വന്ന ആൾക്കാർ വിചാരിച്ച് ഈ ഇരിക്കണതാണ് തങ്ങൾ എന്ന്. അങ്ങനെ തങ്ങളെടുത്തേക്ക് കയ്യൊക്കെ കൊടുത്തപ്പോൾ അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഞാൻ തങ്ങളല്ല, ഞാൻ തങ്ങളുടെ വടുവനാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അടിമയാണെന്ന്. അത് കേട്ട് വളർന്നവരാ ഞങ്ങൾ. അപ്പോൾ അതിൽ ഞങ്ങളുടെ നിലപാട്, ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് നിന്ന് പാണക്കാട് സാദാത്തുക്കളുടെ കീഴിൽ സമസ്തയും മറ്റു സംവിധാനങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. ആ പാണക്കാട് തങ്ങളെ 1500ഓളം മഹല്ലുകളിലെ ഖാദിയായ മഹാനായ സാദിഖ് അലി തങ്ങളെ കേട്ടാലറക്കുന്ന ഭാഷയിൽ വിമർശിക്കുന്ന ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായി ഞങ്ങൾ ആ വിഷയത്തിൽ പ്രതികരിക്കും. ഞങ്ങൾ അവർ പറയുന്ന വഴിയിലെ മുന്നോട്ട് പോകും. അത് സമസ്തക്കെതിരല്ലോ. അതാണ് ഞങ്ങളെ പഠിപ്പിച്ച സമസ്ത. അതാണ് മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മൺപൊറഞ്ഞു പോയ മഹാരഥന്മാർ മുഴുവനും ഞങ്ങളെ പഠിപ്പിച്ചത്. ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ സമീപനാണ് മാറിയത്, ഞങ്ങളുടേതല്ല. നിങ്ങളുടെ സമീപനം മാറി. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചാൽ ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഞാൻ പറഞ്ഞല്ലോ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലുള്ള ആളുകളോടൊക്കെ അത് എപ്പോഴും പറയാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ആ പ്രസംഗം ഏറെ പ്രസക്തമാണ്. എന്താണ് ആ പ്രസംഗം? ഞാൻ യാ അയ്യുഹന്നാസ് ഖദ് വല്ലീതു അലൈക്കും, ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് മേൽ അധികാരം സ്ഥാപിക്കപ്പെട്ടവരാണ്. വലസ്തു ബിഖൈരിക്കും, ഞാനല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമൻ. ഞാൻ തന്നെയാണ് സംഭവം, ഞാൻ ഭയങ്കര ഇതിങ്ങനെ പറയലല്ല, മറിച്ച് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനല്ല എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. ഫഇൻ റഅയ്തുമൂനി അലാ ഹഖ്ഖിൻ ഫഅയ്നുനി, ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന കാര്യം നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്നെ സഹായിക്കണം. നല്ലത് ഞാൻ ചെയ്ത നിങ്ങൾ എന്നെ സഹായിക്കണം. വഇൻ റഅയ്തുമൂനി അലാ ബാതിലിൻ, ഞാൻ ഖുർആനിനും ഹദീസിനും വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഫസദ്ദിദൂനി, എന്നെ നിങ്ങൾ തിരുത്തണം. ആ പരിപാടി നമ്മൾ തിരുത്ത്, എന്നെ നിങ്ങൾ തിരുത്തണം. ഇന്നത്തെ നേതാക്കന്മാർ എന്താ പറഞ്ഞത്?
ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കണം. അത് ഹക്കാണെങ്കിലും ബാത്തിലാണെങ്കിലും അത് കേൾക്കണം. അപ്പോഴെഞ്ച് സമസ്തക്കാരനാവും. ഇതേത് ഇസ്ലാമാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനില്ലാത്ത എന്തു മഹത്വമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യനുമുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, എന്നെ തിരുത്തണം. അത് പറയുമ്പോഴാണ് ആ മഹാനുഭാവന്റെ മഹത്വം ഉയർന്നത്. അത് അദ്ദേഹത്തിന് കുറച്ചിലല്ല, അങ്ങനെ കുറച്ചിലായിട്ട് കാണണ്ടല്ലോ, മനുഷ്യന്മാരല്ലേ. നമ്മുടെ അടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ പറയണം? അപ്പം അതുകൊണ്ട് അബൂബക്കർ ഉസ്താദ് ഇങ്ങനെ നോക്കുന്നുണ്ട്, സമയം ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. ഇനിയും കുറേ പ്രഭാഷകരുണ്ടല്ലോ, നിങ്ങൾ കുറേ നേരം ഇരിക്കട്ടെ. ഇനി നമുക്ക് പറയേണ്ടി വന്നാലോ? അവസരം ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ദുആ ചെയ്യുന്നതും. എന്നാലും ഞാൻ ഇപ്പം തൽക്കാലം നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദാറുൽ ഹുദയും ഹാദിയുമൊക്കെ സമസ്തയുടെയും പാണക്കാട് സാദാത്തുമാരുടെയൊക്കെ തണലിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും പിന്തുണ വേണം. നിങ്ങളെല്ലാവരും ഉണ്ടാവില്ലേ? ഇൻഷാ അല്ലാഹ് ഉണ്ടാവണം. ഈ കണ്ടു കാണപ്പെട്ട ആളുകൾ നമ്മൾ നേരാക്കാൻ നോക്കുകയാണ്. അത് ഞങ്ങൾ നേരായിട്ടല്ല. അപ്പം ഞാനിവിടെ നിൽക്കണത് എന്താ? ഞങ്ങൾ പ്രിയപ്പെട്ട ഹുദവി സുഹൃത്തുക്കളിൽ 3749 ആളുകളിൽ എല്ലാവരും എന്നെക്കാൾ കഴിവുള്ളവരാ. പിന്നെ എന്തിനീ പണിക്ക് ഞാൻ അവിടെ കണ്ടു? ഓരൊക്കെ പലയിടത്തുവാണേ. ഇപ്പോൾ സുബൈർ ഹുദവിക്ക് അവിടെ വരാൻ പറ്റില്ല. മുപ്പരിപ്പോഴും കുർത്തുബേൽ അവിടെ പായാണ് ഗ്രാമങ്ങളിൽ. നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ ഹുദവി, അതുപോലെ നമ്മുടെ സിദ്ദീഖ് ഹുദവി ബംഗാളിൽ അവിടെ കിടന്ന് ഓടിപ്പായ. സയ്യിദ് ഹുദവി നാദാപുരം നൈജീരിയയില. ബഹുമാനപ്പെട്ട സിംസാർ ഹക്ക് ഹുദവി, മുസ്തഫ ആക്കോട് ഹുദവി, മുനീർ ഹുദവി വിളയിൽ ഇവരൊക്കെ നല്ല പ്രഭാഷകരാണ്. നിങ്ങൾക്കറിയാലോ. എന്താ ഓരോന്നും ഇവിടെ വരാത്ത? ഇതിനോട് യോജിപ്പില്ലായിട്ടാണ് നിങ്ങളത് മനസ്സിലാക്കണ്ട. വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. നമ്മളെ ഒരു ശത്രുക്കൾ, നമുക്ക് ആരും ശത്രുക്കളില്ല കേട്ടോ. നമുക്ക് ശത്രുക്കളില്ല. ഞങ്ങളെ ശൈലി നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നതാണ്. ഏതെങ്കിലുമൊക്കെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ കുറേ തുരപ്പന്മാരുണ്ട്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പൊക്കെ ലീക്കാവണത്. പക്ഷേ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. അല്ലാ തവക്കൽ കൂരിട്ടാണല്ലോ ആഖിറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ. അതിനോരോരോ കാരണങ്ങൾ ഉണ്ടാകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദാറുൽ ഹുദയും ഹാദിയും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ വളരെ സ്നേഹത്തോടെ പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകളെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറയണത്. നിങ്ങളെല്ലാവരും സഹകരിക്കണം. എല്ലാവരുടെയും സ്നേഹം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ മാത്രം നടത്തേണ്ട കാര്യമല്ലത്, നമുക്ക് ഒരുമിച്ച് നടത്താം. ഞങ്ങൾക്ക് സമസ്തയോടെ ഒരു വൈരാഗ്യവുമില്ല. ബഹുമാനിക്കാനും ഒന്ന് അനുവദിക്കൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനനുസരിച്ചൊന്ന് പ്രവർത്തിച്ചാൽ മതിയല്ലോ. അതിന് സമ്മതിക്കൂലെന്ന് ചന്ത കേട്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എത്രയോ സാധുക്കളായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ അന്നന്ന് അധ്വാനിക്കുന്നത് ഒരു കൂട്ടിവെച്ച് അതിൽ നിന്നൊരു വിഹിതം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 3000 ഗ്രാമങ്ങളിൽ എത്തിപ്പെടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളൂ. 5 ലക്ഷത്തോളം വരുന്ന ഗ്രാമങ്ങളിൽ എഴുത്തും വായനയും അറിയാത്ത കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നുവെന്ന് ഈ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ നിയമിച്ച കമ്മീഷനുകൾ പറഞ്ഞു. നമുക്കൊരുമിച്ച് പോകാം. അന്ധകാരം കൊണ്ട് ഇരുൾ മുറ്റിയ ആ ഗല്ലികളിൽ കടന്നുപോയി പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു നാളെ നമുക്കുണ്ടാക്കാൻ കഴിയണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണെന്ന് ആരെയും ഭയപ്പെടാതെ ധൈര്യപൂർവ്വം ഈ രാജ്യത്തെ 25 കോടി മുസൽമാന് പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതില്ലേ? ആ സമയത്ത് ഈ വിവാദങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ ഞങ്ങളെ ഇതുപോലെയുള്ള അനാവശ്യമായ പരിപാടികൾ ഞങ്ങളെ കൊണ്ട് സംഘടിപ്പിക്കാൻ നിങ്ങളൊരു കാരണമാകരുതേ എന്ന് സ്നേഹത്തോടുകൂടി ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹകരിക്കാൻ തയ്യാറില്ലെങ്കിൽ ഈ ആരോപണങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങൾ ഗുണകാംക്ഷയോടെ രഹസ്യമായി വിളിച്ചുപദേശിച്ചോളൂ. ഞങ്ങൾ മാറാൻ തയ്യാറാണ്, ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. ഞങ്ങളെക്കാൾ നന്നായി നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ സന്തോഷത്തോടുകൂടി ഞങ്ങളിത് നിങ്ങളെ ഏൽപ്പിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്കൊരു മടിയുമില്ല. ആരെങ്കിലുമൊക്കെ പണി ചെയ്യണ്ടേ? സാന്ദർഭികമായിട്ട് ഞാൻ പറയാ, കാശ്മീരില് പുഞ്ചി എന്ന് പറയുന്ന സ്ഥലത്ത് 60ഓളം മദ്രസകൾ ഒരൊറ്റ ദിവസം ഹാദിയുടെ കയ്യിൽ നിന്ന് പോയി. എന്താ കാരണം? ഒരു വിഘടിതൻ അവിടെ ചെന്ന് നമ്മൾ നടത്തി മദ്രസൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ട് അതിന് കോർഡിനേറ്റർമാരൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി സാലറിയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ചങ്ങായി ഒരു വിഘടിതനായ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? അയാളെ കൊണ്ടിട്ട് അയാൾക്ക് നമ്മൾ കൊടുക്കണേക്കാളും ഡബിൾ പൈസ കൊടുത്തിട്ട് ആ മദ്രസ കൊട്ടേഷന് കൊണ്ടുപോയി.
ഞങ്ങൾക്ക് പരാതിയില്ല. എന്താ കാരണം? ഈ രാജ്യത്ത് ആരെങ്കിലുമൊക്കെ നടത്തട്ടെ, ദഅവത്ത് നടക്കട്ടെ, ആളുകൾ പഠിക്കട്ടെ, നമുക്കൊരുമിച്ച് നിൽക്കാം. ഇവിടെയുള്ള ശത്രുത നിങ്ങൾ പുറത്തു കൊണ്ടുപോയി കാണിക്കരുത് എന്ന് സ്നേഹത്തോടുകൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിഘടിത സുഹൃത്തുക്കളോടുകൂടി പറയുകയാണ്. തല്ലുകൂടാനുള്ള സ്ഥലമല്ല അത്. ഈ രാജ്യത്ത് എത്രയോ ലക്ഷക്കണക്കായ മനുഷ്യർ ജയിലുകളിൽ കിടക്കുന്നു. പഠിക്കാൻ സൗകര്യമില്ല, ഒരു നേരം നിസ്കരിക്കാൻ അറിയില്ല. അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മയ്യത്തുകൾ പച്ചപ്പുതപ്പിൽ കെട്ടി ഏതെങ്കിലുമൊക്കെ ഒരു നദിയിലേക്ക് എടുത്തെറിഞ്ഞ് തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് മനസ്സിലാക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾ താമസിക്കുന്ന ഗല്ലികളിൽ പോകണം നമുക്ക്. ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്ന കോടിക്കണക്കിന് മനുഷ്യർക്ക് ഐക്യവും സാഹോദര്യവും സൗഹൃദവും പഠിപ്പിക്കണം. അവരെ സംസ്കാര സമ്പന്നരാക്കണം. അവർക്ക് നാളെ അല്ലാഹുവിന്റെ കലിമത്തു തൗഹീദ് അഭിമാനത്തോടുകൂടി ഉച്ചരിക്കാൻ കഴിയുന്ന ഒരു നല്ല നാളെ ഉണ്ടാക്കണം. അതിന് പാണക്കാട് സാദാത്തുമാർ മുന്നിൽ നിൽക്കുമ്പോൾ ഭയലേശമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും നമ്മുടെ രാഷ്ട്രീയ കൂട്ടായ്മകളും പാണക്കാട് സാദാത്തുക്കളും ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് ചേർന്ന് നിന്നപ്പോഴല്ലേ മദ്രസ ഉണ്ടായത്, യതീംഖാന ഉണ്ടായത്, അറബിക് കോളേജ് ഉണ്ടായത്, പള്ളികൾ ഉണ്ടായത്, സ്കൂളുകൾ ഉണ്ടായത്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഉണ്ടായത്. അഭിമാനത്തോടുകൂടി നമ്മൾ ഈ വലിയ സംവിധാനം കെട്ടിപ്പൊക്കിയത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ തകർക്കല്ല. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് നേതാവാകണമെങ്കിൽ സമ്മതിച്ചോളൂ. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് വിട്ടുവീഴ്ചയും സമുദായം ചെയ്തു തരും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദയവ് ചെയ്ത് നിങ്ങൾ ഈ പണിയെടുക്കല്ല. ഏതെങ്കിലും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ പിരിവെടുത്ത് കോടികൾ പിരിച്ച് കയ്യിൽ തരാം. ദയവ് ചെയ്ത് സമുദായത്തിന്റെ ശത്രുക്കളുടെ കയ്യിൽ പോയി ഈ ഉമ്മത്തിന്റെ ഐക്യത്തെ നിങ്ങൾ വെച്ചു കൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകളിൽ നിന്ന് എൻ്റെ വൈകാരികമായ എന്തെങ്കിലും വന്നെങ്കിൽ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇൻ അസബതു ഫമിനല്ലാഹ് വഇൻ അഖ്തഅതു ഫമിന്നി വമിനശ് ശൈത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ, ഈ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി, ഈ സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുമിച്ച് നിൽക്കാൻ. അതുകൊണ്ട് ഞാൻ പറയാണ്, പിണങ്ങുമ്പോൾ പറയുന്നത് ഇണങ്ങുമ്പോൾ മറക്കാൻ കഴിയുന്നതായിരിക്കണമെന്ന് മഹൽ വചനമുണ്ട്. ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പറയുന്നുണ്ട്, വലൻ തർള അൻകൽ യഹൂദു വലൻ നസാറാ ഹത്താ തത്തബിഅ മില്ലതഹും. യഹൂദികളും നസാറാക്കളും നബിയേ, നിങ്ങൾ അവരുടെ പാത പിൻപറ്റുന്നത് വരെ അവർ സംതൃപ്തരാകില്ല. അതുപോലെ നിങ്ങളിപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ അഭിനവ വിഘടിതരായ ഛിദ്രശക്തികൾ, നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ആശയങ്ങളും ആദർശങ്ങളും ഞങ്ങൾ പിന്തുടർന്നാലേ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുകയുള്ളൂവെങ്കിൽ ആ സുന്നിസത്തിൻ്റെയും ആ സമസ്തയുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഒറിജിനൽ പാരമ്പര്യ സമസ്തയുടെ ആളുകളാണ്, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ്. ഞങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ഞങ്ങളുടെ നേതാക്കന്മാരെ ഏൽപ്പിച്ച ദൗത്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പാണക്കാട് സാദാത്തുക്കളുടെയും അതിന്റെ കീഴിലുള്ള സംവിധാനങ്ങളുടെയും പിന്തുണയോടുകൂടി അവസാനത്തെ ശ്വാസം വരെ ഇനിയും മുന്നോട്ട് പോകും. എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് പിരിവുകൾ കൂടിയിട്ടുണ്ട് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. വാഹൃദാവാൻ അൽഹംദുലില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.